ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ്. നിങ്ങൾക്കൊക്കെ പലപ്പോഴും ചിലരൊക്കെ കേട്ട് കാണും. കർത്താവിന്റെ വിലയേറിയ ദാസി സൗദ ബീബിയാണ്. കർത്താവ് മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ദാസിയെ ദൈവമേ മുന്നമേ നിയമിച്ചതായതുകൊണ്ട് കർത്താവിന്റെ ദാസി ഇന്ന് ഈ സ്ഥാനത്തായിരിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിന്റെ ദാസിക്കും ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ കർത്താവിന്റെ ദാസിയെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററിന് നന്ദി അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സർവ്വമാനവും മഹത്വവും അർപ്പിക്കുന്നു. എനിക്കും ജോയ്സ് ടിവിയില് കർത്താവിന്റെ സാക്ഷ്യം പറയുവാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാനും സന്തോഷിക്കുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇത് അടിയനിലൂടെയുള്ള സാക്ഷ്യം, അടിയന്റെ അനുഭവം, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടതൊക്കെ പറയുമ്പോൾ അത് അനേകരുടെ ഹൃദയത്തിൽ ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിത്യജീവൻ അവർ അവകാശമാക്കി തീർക്കുവാൻ, ഉറപ്പാക്കുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ആമേൻ സിസ്റ്ററെ. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശു കർത്താവിന്റെ അടുത്ത് വന്ന് നിക്കോദീമോസ് ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ? അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസി, പുതിയതായി ഒന്ന് ജനിക്കുവാൻ കർത്താവ് ഇടയാക്കി. കാരണം നിക്കോദീമോസിന് അത് കേട്ടപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് ജനിക്കണമെന്ന്. എന്നാൽ കർത്താവിന്റെ ദാസി എങ്ങനെയാണ് പുതിയതായി ജനിച്ചതെന്ന് നമ്മുടെ കേൾവിക്കാരുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാ. എന്റെ പേര് തന്നെ സൗദ ബീവി എന്നാണ്. പിന്നെ എന്റെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിന്റെ പേരും കൂടെ ചേർത്ത് സൗദ സുരേഷ് എന്നാക്കിയത്. ഞാൻ രക്ഷിക്കപ്പെട്ട് 10 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എന്റെ വിവാഹം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾക്കൊരു മോളെ കിട്ടിയത്. അവളുടെ പേര് സ്നേഹ. അവളിപ്പോ 8ാം ക്ലാസ്സിലോട്ട് കയറാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് കുട്ടിക്കാലത്ത് തന്നെ മദ്രസയിലൊക്കെ കടന്നുപോയി ഖുർആൻ പഠിക്കുവാനും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിന് വില കൊടുത്തത് ഞാനായിരുന്നു. എന്റെ അനുജത്തിക്കോ എന്റെ സഹോദരനോ ഒന്നും ഇത്രയും അവസരം ലഭിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും മദ്രസയിലെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനും മദ്രസ മുടങ്ങാതെ പോകാനും ഒക്കെ വളരെ ഉത്സാഹമായിരുന്നു. ഈ വചനം പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ നമ്മെ പേർ വിളിക്കുകയും നാം എന്താകുമെന്ന് നിയമിക്കുകയും ചെയ്തൊരു ദൈവമുണ്ട്. അവൻ അപ്പോ ഞാൻ ഈ അവസരത്തിൽ വരണമെന്നും ഇങ്ങനെ അനേകരോട് യേശുവിനെ കുറിച്ച് പറയണമെന്നൊക്കെ അന്നേ കണ്ടതുകൊണ്ട് എനിക്ക് അതിലുള്ള ഉത്സാഹവും ദൈവം തന്നു എന്ന് ഞാൻ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആമേ. സ്തോത്ര. അതിൽ നിന്ന് ഞാൻ ഇടയ്ക്കൊക്കെ കുറെ വർഷം എനിക്കത് ഉൾക്കൊള്ളാൻ, ഞാൻ കർത്താവ് എങ്ങനെ ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ എങ്ങനെ ബൈബിൾ വിശ്വാസിയായി, എങ്ങനെ യേശുവിൽ വിശ്വാസിയായി, എങ്ങനെ എനിക്ക് ഇസ്ലാം വിടാൻ പറ്റിയെന്നൊക്കെ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നി പോകാറുണ്ട്. കാരണം ഞാൻ അതിനകത്തങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അതിനകത്തങ്ങ് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാ. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു അവസരമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ ജീവിതമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. എന്റെ പിതാവ് ഒരു മദ്യപാനി ആയതുകൊണ്ടും ചീട്ടുകളിക്കാരനും ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് അതും ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലെങ്കിൽ ഒരു 16 വയസ്സൊക്കെ ആവുമ്പോ കെട്ടിച്ചങ്ങ് വിട്ടേനെ. ഇന്ന് ഏതെങ്കിലും വീട്ടിലെ വീട്ടമ്മയായിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നേനെ. യേശുവിനെ കണ്ടെത്താൻ ഒരുപക്ഷെ സാധിക്കാതെ പോയനെ. അതുകൊണ്ട് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ അങ്ങ് താഴ്ത്തിക്കൊണ്ടുവന്ന് പരീക്ഷിക്ക എന്ന് പറഞ്ഞ പോലെ താഴ്ത്തിക്കൊണ്ടുപോയി. അപ്പോൾ ഏതായാലും ഒരു 12 അതായത് +2 ഇന്നത്തെ +2 അന്നത്തെ പ്രീ ഡിഗ്രി 2ാമത്തെ വർഷം 200 രൂപ ഫീസ് ഇല്ലാത്തത് കൊണ്ട്
പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. എന്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാൻ പഠിച്ചത് സെന്റ് കുര്യറ്റി സ്കൂൾ നാലാഞ്ചിറ, സെന്റ് കുര്യറ്റി സ്കൂളിലാണ്. മാർവനീസ് കോളേജിലാണ് നാലാഞ്ചിറ 2 വർഷം പ്രീ ഡിഗ്രി പഠിച്ചത്. ഇന്നും ഞാൻ അവിടെ തന്നെ, ഞങ്ങളുടെ ഏരിയ നാലാഞ്ചിറ തന്നെയാണ്, തിരുവനന്തപുരത്ത് നാലാഞ്ചിറ തന്നെയാണ് ഞങ്ങളുടെ നാട്. കേശദാസപുരം, പാപ്പനംകോടൊക്കെയാണ് എന്റെ വാപ്പാടെയും ഉമ്മാടെയൊക്കെ സ്ഥലങ്ങള്. കേശവാസനം പള്ളിയിലായിരുന്നു ഞാൻ മദ്രസ പഠിച്ചത്, ഉള്ളൂർക്ക് പോകുന്ന ആ വഴിയില. പക്ഷെ പ്രീ ഡിഗ്രി 200 രൂപ കൊടുത്ത് പരീക്ഷ എഴുതാൻ കഴിയാതെ കണ്ണുനീരോടെ സങ്കടത്തോടെ വിട പറയാനിടയായി തീർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ പോയാൽ നടക്കത്തില്ല, ഒന്നുകിൽ ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുടുംബത്തെ രക്ഷിക്കണം. അങ്ങനെ സിനിമ, സീരിയല്, നാടകം എന്ന ആ കലാലോകത്തേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു. ആദ്യം വീട്ടുകാർ എതിർത്തുവെങ്കിലും ഞാൻ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ഈ 1 year ഒരു കോഴ്സ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. എന്റെ പിതാവൊക്കെ വന്ന് നോക്കിയപ്പോ അവർക്ക് ഇഷ്ടമായിട്ട് അവിടെ സ്കൂള് പോലെയാ, അവിടെയാക്കി. വെള്ളയമ്പലത്തായിരുന്നു. അവിടെ ചേർത്ത് പഠിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ ചില സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാനിടയായി. അങ്ങനെ പരിചയപ്പെട്ട ലൗലി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി മുഖാന്തരമാണ് നാടകത്തിലൊക്കെ പോകാനിടയായി. അങ്ങനെ അവളിപ്പോ ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ലൗലി, എന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നടത്തിക്കൊണ്ടുവരുന്ന വഴികൾ, ഇപ്പൊ മോശയെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കേണ്ടതിന് ആക്കി വെച്ചാണ്, അതിനു വേണ്ടി ജനിപ്പിച്ച. പക്ഷേ അവസാനം വളർന്നു വന്ന സിറ്റുവേഷനും അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന സിറ്റുവേഷനും പിന്നെ സമയമായപ്പോ കർത്താവ് മടക്കി കൊണ്ടുവന്ന വിഷയമൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ആ ദാരിദ്ര്യത്തിന്റെ അങ്ങ് അടിത്തട്ടി കൊണ്ടുപോയി ഈ കലാലോകത്തേക്ക് ഇറക്കി തിരിച്ചതിനും വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ കർത്താവിനെ കണ്ടെത്തുവാനുള്ള ഒരു വഴിത്തിരിവ്. പറഞ്ഞുതരാം. ഞാൻ സെന്റ് കുര്യറ്റി സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. ഞാൻ 84 ഈ കലാലോകത്തൊക്കെ ഇറങ്ങി തിരിച്ചേ. 86 നല്ല നടിക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു, ഒരു ട്രോഫി കിട്ടി. അപ്പൊ ഞങ്ങള് ഈ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് ഒരു ഓല ഷെഡൊക്കെ കെട്ടി, കിട്ടിയ പൈസ കൊണ്ട് 6 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഷെഡ് കെട്ടി താമസം മാറിയതാ. ഒരു ഷെൽഫ് ഒന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ഈ ട്രോഫി വെക്കാൻ സ്ഥലമില്ല. ഞാൻ നേരെ കൊണ്ട് എന്റെ സ്കൂളിൽ കൊണ്ടുവന്ന് വെച്ചു. കൊടുത്തപ്പോ സിസ്റ്റർ അവിടെ എടുത്തു വെച്ചു. ഇത് 2 വർഷം കഴിഞ്ഞിട്ട്, അതായത് 88 ഈ അവിടെ ഒരു ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് 1/2 മണിക്കൂർ പ്രോഗ്രാം TV വരണം. അപ്പൊ പോത്തിഫറിന്റെ ഭാര്യ ജോസഫ്, ഇവരൊക്കെ ഉള്ള ഒരു ചെറിയ സ്കിറ്റാണ്. അപ്പൊ പോത്തിഫറിന്റെ ഭാര്യയുടെ വേഷം അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് സിസ്റ്റർ ഈ ട്രോഫി കണ്ടിട്ട് എന്നെ ഓർത്തു. അപ്പൊ എന്നെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തെ എന്നെ വിളിക്കാനായിട്ട് വന്നപ്പോ ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രോഗ്രാമിലാണ്. എന്റെ ഉമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്കൂളിൽ പോയി കാര്യം തിരക്കി, കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഡേറ്റ് ഇല്ല, എല്ലാ ദിവസവും പ്രോഗ്രാമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം വന്നുകൊണ്ടിരിക്കും, എന്റെ അനുജത്തിയെ ഞാൻ വിട്ടു തന്നാ മതിയോ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ എന്റെ അനുജത്തിയും എന്റെ പിതാവും കൂടെ റിഹേഴ്സലിന് പോയി സ്കൂളില്. അപ്പം ഇതുപോലൊരു ഇതുപോലെ എഴുതിയ ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പോയി പഠിക്ക്, 3 ദിവസം കഴിഞ്ഞിട്ട് ആളെ വിടാം, ഷൂട്ടിങ്ങിനായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എന്റെ അനുജത്തി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ക്രിസ്ത്യൻ കൊച്ചാ, അവള് അമ്പി, അവളും എന്റെ അനുജത്തി ശോഭയുമായിട്ട് വല്ല കൂട്ടാ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ 2 ദിവസമായിട്ട് ഇവളെ കാണാഞ്ഞിട്ട് ഇവള് എന്റെ വീട്ടിലോട്ട് വന്നു. അപ്പൊ ഇവളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് വായിക്കണം കേട്ടപ്പോ അമ്പി പറഞ്ഞു, ശോഭി ഇത് ഞങ്ങളുടെ ബൈബിളിലുള്ളതാണല്ലോ. അപ്പൊ ശോഭി പറഞ്ഞു, ഇല്ലില്ല എന്റെ ചേച്ചി പഠിച്ച സ്കൂളിലെയാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ചേച്ചി പഠിച്ച സ്കൂളിലെയാണ്. അപ്പൊ അമ്പി പറഞ്ഞു, ഇല്ല ശോഭി ഇത് ഞങ്ങളുടെ ബൈബിളിലുള്ളതാണ്, ഞങ്ങൾ എങ്ങനെ ബൈബിള് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച കൊണ്ടുപോണ കണ്ടിട്ടുണ്ട്, അതിനകത്ത് എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, വായിച്ചിട്ടില്ലല്ലോ, വായിക്കാൻ ഞങ്ങൾക്ക് പേടിയാ, ഞങ്ങളെ അത് അങ്ങനെ പഠിപ്പിച്ചിരിക്കണേ. നമുക്ക് മറ്റുള്ള ഗ്രന്ഥം ഒന്നും നമുക്ക് വായിക്കാനോ തൊടാനോ ഒന്നും അനുവാദമൊന്നുമില്ല, ഞങ്ങൾക്കുള്ള ഗ്രന്ഥം വായിക്കുക, പഠിക്കുക, അത് പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവള് വീണ്ടും പറയാ, ഇല്ല എന്റെ ചേച്ചി പഠിച്ച സ്കൂളിലെന്ന് പറയുമ്പോ അവസാനം എന്റെ അനുജത്തി തന്നെ പറഞ്ഞു, നീ പോയി ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്പി പോയി ബൈബിൾ എടുത്ത്, ഇതുപോലൊരു ബൈബിൾ എടുത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത്, ആ ഭാഗം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞപ്പോ അവൾക്ക് വിശ്വാസമായി. വായിച്ചു കഴിഞ്ഞപ്പോ വിശ്വാസമായി, സന്തോഷമായി. അപ്പൊ അവള് പറഞ്ഞു, 2 ദിവസം ഇവിടെ ഇരിക്കട്ടെ, പിന്നെ തന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി. എന്റെ അനുജത്തി ഇത് കണ്ടിന്യൂസ് വായിച്ചു, ആ കഥ മനസ്സിലായി. മാത്രമല്ല കണ്ടിന്യൂസ് വായിച്ചു വന്നപ്പോ അന്ന് രാത്രി അവള് സ്വപ്നം കാണുക, ഈ ഒരു വലിയ പൂന്തോട്ടം, സ്വർഗീയമായ പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിനകത്ത് 2 സിസ്റ്റേഴ്സ് നിൽക്കുന്നു.
സ്കൂളിലെ സിസ്റ്റേഴ്സുമാരെ മാലാഖമാരെ പോലെ 2 സിസ്റ്റേഴ്സ് നിൽക്കുന്നു. ഇവള് ഇപ്പുറത്താണ്, നടുക്കൂടെ ചെറിയ അരുവി പോകുന്നുണ്ട്. അപ്പൊ സിസ്റ്റേഴ്സ് ചോദിച്ചു, വരുന്നോ ഞങ്ങളുടെ കൂടെ? അപ്പൊ ഇവള് പറഞ്ഞ എന്ന് പറഞ്ഞപ്പോ കൈ നീട്ടി. അപ്പൊ സിസ്റ്റേഴ്സ് കൈ പിടിച്ചു, എത്തിപ്പിടിച്ചിട്ട് ആ വെള്ളത്തിൽ കൂടെ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നു. കണ്ണു തുറന്നു, പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എണീറ്റ് ഉണർന്നു കഴിഞ്ഞപ്പോൾ മുതല് എന്തെന്നില്ലാത്തൊരു ശാന്തത, ഒരു സന്തോഷം, ഒരു സുഖം മനസ്സിന്. എന്തൊക്കെയോ മാറ്റം വന്ന പോലെ. അപ്പൊ ഇവള് പറയാ, അപ്പൊ പിന്നീടാണ് എന്നോട് ഈ കഥ പറയുന്നത്. അപ്പൊ ഇവള് പറയാ, ചേച്ചി അത് സ്വർഗവും പിന്നെ എന്താ എന്റെ ദേഹം വരുന്നത്, സ്വർഗവും മാലാഖമാരുമായിരുന്നു. അതുകൊണ്ട് അത് ബൈബിള് വായിച്ചപ്പോഴാണല്ലോ അത് കണ്ടത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് ഇത് സ്വർഗമാണെന്ന്. ദൂതന്മാരാണ് എന്നെ വിളിച്ചത്. മനസ്സിനൊരു സുഖം. പിന്നെ ഇവൾക്ക് നിർത്താൻ പറ്റാതെ ബൈബിൾ വായിക്കാം. ഇവള് ബൈബിൾ വായിക്കുന്നു. 1.5 മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. ഇതിനിടയ്ക്ക് എന്റെ ഉമ്മാക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഇവള് ബൈബിൾ വായിച്ചപ്പോ ഒരു വചനം കണ്ടു, വിഗ്രഹാരാധന യഹോവ വെറുക്കുന്നു. കാരണം ഞങ്ങൾ ഇസ്ലാം വിശ്വാസത്തിലാണെങ്കിലും വിഗ്രഹാരാധനയും മറ്റു ദൈവങ്ങളുടെ വിളിയോ ഒന്നും പാടില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിച്ചു വന്നത്. പക്ഷെ എന്റെ പിതാവിന്റെയും സഹോദരന്റെ മദ്യപാനം വർദ്ധിച്ചു വന്നു. കുടുംബത്തിൽ ഭയങ്കര പ്രതികൂലം. ഭക്ഷണം പോലും വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മിക്കവാറും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടായാൽ തന്നെ അത് കഴിക്കാൻ പറ്റില്ല, തട്ടി ഉടച്ചു കളയും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ഏത് സമയത്തും വെട്ടിക്കൊല്ലാം എന്നൊക്കെ ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഭയങ്കര പ്രതികൂലങ്ങള്. അപ്പോ അതിന്ന് ശാന്തത കിട്ടാൻ വേണ്ടി എന്റെ ഉമ്മ അടുത്തുള്ള ഹിന്ദുക്കൾ പറഞ്ഞ അനുസരിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നേർച്ച കാഴ്ചകളായി എന്റെ ഉമ്മ പോയിട്ടുണ്ട്. അപ്പോ ഈ വിഗ്രഹാരാധന യഹോവ വെറുക്കുന്നു എന്ന ആ ബൈബിളിലെ വചനം എന്റെ അനുജത്തി എന്റെ ഉമ്മാക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്റെ ഉമ്മാക്ക് ഭയവുമായി വിശ്വാസം വന്നിട്ട് ഉമ്മ പറഞ്ഞു, അയ്യോ ഇനി ഞാൻ പോത്തില്ല, ഇനി ഞാൻ വിഗ്രഹാരാധനയ്ക്ക് പോത്തില്ല, എന്നോട് പൊറുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞു എന്റെ അനുജത്തി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വചനം കൂടെ കണ്ടു, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവന്റെ വേദനകൾ വർദ്ധിക്കും. അപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, വെറുതെ അല്ല ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി വരുന്നത്. ഒരു പ്രശ്നത്തിന് പരിഹാരത്തിന് പോയി വരുമ്പോ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ എന്റെ ഉമ്മ വീണ്ടും തീരുമാനമെടുത്തു, ഇനി ഞാൻ അന്യ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാൻ പോകത്തില്ല. നോക്കണമേ, എന്റെ ഉമ്മക്ക് വലിയ അറിവില്ല. കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുത്തുകൊണ്ടേയിരുന്നപ്പോൾ അതിന്റെ വിടുതലുകൾ ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്റെ അനുജത്തി പിന്നെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്റെ ഉമ്മ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഉമ്മാക്ക് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഭയങ്കര ചേഞ്ച് ഉമ്മാക്ക് വന്നോണ്ടിരിക്കാം. ഒരു ദിവസം എന്റെ അനുജത്തി ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പൊ ബിസി ആയപ്പോ ഉമ്മക്ക് ഇത് കേൾക്കണം, ബൈബിൾ വായന കേൾക്കണം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ ആ ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചു കേൾപ്പിച്ചു തരാവോ? എനിക്കത് വായിച്ചു കേൾക്കുമ്പോ മനസ്സിന് എന്തോ ഒരു സുഖം. കണ്ടോ, ദൈവത്തിന്റെ വചനത്തിന്റെ സുഖം കണ്ടോ? അപ്പൊ എന്റെ അനുജത്തി എന്ത് ചെയ്ത് വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. അപ്പൊ വായിച്ചു കേട്ടോണ്ടിരിക്കുമ്പോ ഉമ്മായിൽ പൂത ഇളകിയിട്ട് ആമേൻ അലറി കൂവി വിളിച്ച് ബഹളമൊക്കെ വെച്ച് കുറച്ചു നേരം അവിടെ ബഹളായി. അപ്പൊ ഞങ്ങൾ വീട്ടിലെ ഇപ്പുറത്തെ സൈഡിൽ താമസിക്കുന്ന ഒരു ബന്ധുക്കോസുകാരി ചേച്ചിയുണ്ട്. ചേച്ചി ഓടി വന്നിട്ട്, ഇവളും ഉമ്മായും ചേച്ചി മാത്രമേ ഉള്ളൂ അന്നേരം. അവിടെ വേറെ ആരും നമ്മുടെ ഫാദറും ബ്രദറും ഒക്കെ വെളിയില്ല. സന്ധ്യാസമയത്താ ഓടി വന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട ശോഭി എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ രക്തം ജയം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ രക്തം ജയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവര് ഈ പിശാച് അലറി കൂവി വിളിച്ചുകൊണ്ട് പറഞ്ഞ, അയ്യോ ഇത് തീയാണേ, ഞാൻ പൊയ്ക്കൊള്ളാമേ എന്ന് പറഞ്ഞ അലറി കൂവി വിളിച്ച് ബൈബിളിന്റെ മുമ്പിലോട്ട് കമിഴ്ന്നു വീണു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിഷയം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം തീയാണ് എന്ന് വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്, അത് അക്ഷരം പ്രതി സത്യമാണ്. ഞങ്ങൾ ക്രിസ്ത്യാനി ആയിരുന്നില്ല, ഞങ്ങളെ വീട്ടിൽ ആരും വന്ന് പ്രാർത്ഥിക്കാൻ വന്നില്ല, അവൻ ഒരു പാസ്റ്റർമാർ ആ സമയത്ത് വന്നില്ല, ആരും തലേ കൈ വെച്ചില്ല, ഒന്നും ചെയ്തില്ല. അവൻ അതൊക്കെ വേണ്ടെന്നല്ല, അവൻ നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി കർത്താവ് ഇതുപോലെ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് കയ്യിലെടുക്കുകയില്ല, ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുകയുമില്ല. മനുഷ്യർ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കത്തില്ല. അത് ദൈവത്തിന് നല്ലപോലെ അറിയാമായിരുന്നു. അവൻ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മുടെ വീട്ടിൽ ബൈബിൾ വരാനൊരു വഴി വേണ്ടേ? ആ വഴിക്കാണ് കലാലോകത്തേക്ക് ദൈവം ഞങ്ങളെ തിരിച്ചുവിട്ടത്.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ ഒരു തയ്യക്കാരിയായിട്ട് അന്നേ കാലത്ത് എന്നെ വിടാത്തത് എന്താ? അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ തയ്യൽ പഠിക്കാൻ പോകും, ഞാൻ എന്നിട്ട് തയ്യക്കാരിയാവും എന്നൊക്കെ അന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ എങ്ങനെയോ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകാനിടയായതാ. പക്ഷെ എന്നിട്ട് എന്തേ അവിടെ നിന്ന് പിന്നെ കലാലോകത്തേക്ക് പോകാൻ മനസ്സ് വന്ന എന്താ? അവിടെ നിന്നും എനിക്ക് വേണമെങ്കിൽ തയ്യക്കാരിയായിട്ടോ അല്ലെങ്കിൽ വല്ല ഷോപ്പിൽ നിൽക്കാനോ എനിക്ക് പോയി എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാം ആയിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ കലാലോകത്തേക്ക് തിരിച്ച് ഞങ്ങളെ കുടുംബത്തിൽ അന്ന് ആരും കലാലോകത്തില്ല, എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല, എന്നിട്ട് സമ്മതം വരെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വഴി ആയതുകൊണ്ട് ആ സമ്മതം എന്റെ പിതാവ് തന്നു. ഞാൻ പറഞ്ഞു വന്നത്, അമ്മേ സ്തോത്രം, ദൈവം ഒരു മനുഷ്യനെ എവിടെ കൊണ്ടിട്ട് പിടിക്കണം, ഏതിലൂടെ കൊണ്ടുപോകണം, ആമേൻ, എല്ലാ വഴികളും തികവുള്ളതാണ്. നമ്മളെ ദൈവം നടത്തുന്ന വഴി തികവുള്ളത്. നമ്മളായിട്ട് പോയിട്ട് ചെന്ന് കുഴിയിൽ വീണാൽ അത് ദൈവം ഉത്തരവാദിയല്ല. ഇത് ദൈവത്തിന്റെ വഴി ആയിരുന്നു എന്നതിന്റെ തെളിവാണ് ബൈബിൾ. ആമേ സ്തോത്രം. ഈ ലഭിക്കത്തക്കവണ്ണം ഒരു ക്രിസ്ത്യ നാടകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി അവിടെ ഇന്ന് വരെ ഷൂട്ടിംഗ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. 35 വർഷമായി ഇതുവരെ അതിന്റെ റെക്കോർഡ് നടന്നിട്ടില്ല, ആ പ്രോഗ്രാം നടന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാ അല്ലെ? ആമേ സ്തോത്രം. അങ്ങനെ ഉമ്മ ഊതൊക്കെ വിട്ടുപോയി, വീട്ടിൽ ശാന്തത വന്നു. അതിന് ശേഷമാണ് ഒരു ആന്റി, എന്റെ ഈ ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലളിത ചേച്ചി അനിയത്തി വിളിച്ചോണ്ട് പോയി പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. വേറൊരു ഞങ്ങളെ വീടിന് പരിചയമുള്ള ഒരു ആന്റി എന്റെ ഉമ്മയെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ബൈബിൾ എന്റെ കയ്യിൽ കിട്ടുന്നത്. അന്ന് ഒരു പ്രോഗ്രാം ക്യാൻസൽ ആയിപ്പോയ കാരണം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഒരു 1989 മാർച്ച് മാസം 8-ാം തീയതി അന്ന് അവിടെ ഇരിക്കുമ്പോ എനിക്ക് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വീണിട്ട് നടുവിനൊരു വേദനയുണ്ട്. അത് വർഷം കഴിയുന്തോറും കൂടി വരിക. തണുപ്പ് മഴക്കാലമൊക്കെ വരുമ്പോ വല്ലാത്ത വേദനയാ, ചികിത്സിച്ചൊന്നും ഭേദമാകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ മുഖം പാടിയിരുന്നു. എന്താണ്? ഞാൻ ദൈവത്തോട് മല്ല് പിടിക്കുക, അല്ലാഹുവേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? കുട്ടിക്കാലം മുതൽ കണ്ണുനീര് മാത്രമല്ലേ നീ എനിക്ക് തന്നിട്ടുള്ളൂ. ഞാൻ എന്റെ വീട്ടുകാരെ പോറ്റുന്നു, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാം ഞാൻ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് മദ്രസയെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്ത നരകത്തിൽ പോകുന്നു പഠിച്ചിട്ടുണ്ട്. എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷേ ഈ ജീവിതത്തെക്കാൾ നല്ലത് നരകം തന്നെയാണ്. എനിക്ക് സ്വർഗം ഈ ജീവിതം എനിക്ക് വേണ്ട. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറയും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന തീരുമാനത്തോടെ ഞാൻ കുറച്ച് ദിവസമായി ഉറക്കഗുളിയൊക്കെ വാങ്ങിച്ച് കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. 2 പ്രാവശ്യം വായോട് അടുപ്പിച്ചതാ, പിന്നെ അല്പം കൂടെ ക്ഷമിക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചതാ. ഇത് 3ാമത്തെ പ്രാവശ്യം ഉറച്ച തീരുമാനമാണ്. എല്ലാം സെറ്റ് ചെയ്തു ഓൾറെഡി. നാളെ നേരം വെളുക്കുമ്പോ ഞാനില്ല, മരിച്ചു കിടക്കുന്നു, ആൾക്കാർ വരുന്നു, ഇവിടെ വിളിക്കാൻ, ഇങ്ങനത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ ഉമ്മ ഇതുപോലൊരു ബൈബിൾ കൊണ്ടുവച്ച് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ നടുവേദന മാറും, ഈ ബൈബിൾ എടുത്തൊന്ന് വായിക്കും. അപ്പൊ ഈ ബൈബിൾ ഈ ഉമ്മ പ്രാർത്ഥനയ്ക്കൊക്കെ പോയപ്പോൾ അവിടെ എഴുന്നേറ്റ് സഹോദരിമാര് സാക്ഷ്യം പറയുന്ന കേട്ട് ഉമ്മക്ക് ഒരുപാട് വിശ്വാസം ഉള്ളിൽ വന്നു. സ്തോത്രം. അപ്പൊ ആ വിശ്വാസമാണ് എന്നിലേക്ക് പകർന്നു തരുന്നത്. കാരണം അവിടെ രോഗം മാറിയതും കഷ്ടപ്പാടുകൾ മാറിയും അല്ലെങ്കിൽ കടഭാരം മാറിയതും മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയതും അങ്ങനെ മദ്യപാനം മാറിയ സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടപ്പോ ഉമ്മാക്ക് നിന്റെ നടുവേദന മാറും. അപ്പൊ ആ ബൈബിൾ കൊണ്ട് തന്നിട്ട് ഉമ്മ പെട്ടെന്ന് അകത്തേക്ക് മാറി. ഞാൻ കയ്യിൽ വാങ്ങിച്ചതല്ല, എന്റെ മടിയിൽ കൊണ്ട് വെച്ച് തന്നിട്ട് അകത്തേക്ക് പോയത്. ഒരുപക്ഷെ ഞാനിത് തള്ളിക്കളയുവോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും മരിക്കല്ലേ, ഇന്ന് രാത്രി എന്തായാലും ഞാൻ മരിക്കും. അപ്പൊ പിന്നെ വായിച്ചിട്ട് അങ്ങ് മരിച്ചേക്കാം, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നബിയാണല്ലോ, അങ്ങനെയാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കണം. പക്ഷെ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് പഠിക്കാനുണ്ട്. അപ്പൊ ഇസ്ലാം കാര്യം ഈമാൻ കാര്യത്തിനകത്ത് പറയുന്നുണ്ട്, എല്ലാ കിതാബുകളെ കൊണ്ടും വിശ്വസിക്കണം, എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കണം, എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും വിശ്വസിക്കണമെന്ന്. അപ്പൊ ഇത് ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്തായാലും ഈസാ നബി നമ്മുടെ നബിയാണല്ലോ, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ എന്നാ ശരി ബൈബിളും വിശ്വസിച്ച് വായിച്ചേക്കാന്ന് പറഞ്ഞു ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു വാക്യം പറയാം, യേശോപ്പാ ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല, ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, പക്ഷെ അതിനകത്ത് 100 ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത് യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം. അതൊരൊറ്റ അധ്യായം ഞാൻ വായിച്ചപ്പോൾ വായിച്ചു വരുമ്പോ 4-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരൊറ്റ വചനം എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി.
എന്തെന്നില്ലാത്തൊരു ആശ്വാസം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ വചനത്തിന് ഇത്ര ശക്തിയുണ്ടോ? ഹല്ലേലൂയ. എന്തൊന്നില്ലാത്തൊരാശ്വാസം, എന്തൊന്നില്ലാത്തൊരു സമാധാനം. പെട്ടെന്ന് ആർത്തിയോടെ താഴോട്ട് വായിക്കാം. കാരണം എത്രയോ ടൺ ഭാരം ഒറ്റ വചനത്തിന്റെ മേൽ അലിഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ പിന്നെ താഴോട്ട് ആർത്തിയോടെ വായിച്ചു. അപ്പൊ 6-ാം വാക്യം പറയുന്നു, ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? അള്ളാഹു നിനക്കെന്താ ദൈവമേ നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നിനക്ക് കണ്ണ് കണ്ടുകൂടെ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അപ്പൊ എന്നെ സൃഷ്ടിച്ചവനോടാ ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പൊ എന്നെ സൃഷ്ടിച്ചവൻ പറയാ, ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. അപ്പൊ എന്നെ കാണുന്നൊരു ദൈവമില്ലേ? ഉണ്ട്. അവിടെ ഞാൻ ഭയപ്പെട്ടു. പിന്നെയും താഴോട്ട് വായിച്ചു. എല്ലാ വചനങ്ങളും എന്നോട് ഹൃദ്യമായി ദൈവം ഇടപെട്ട വചനങ്ങളാ. എന്തോ ചോദിക്കാൻ വരുന്ന പോലെ ചോദിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. എന്തോ ചോദിക്കാൻ വന്നില്ലേ? കേൾക്കുന്നില്ല. കണ്ടിന്യൂ ചെയ്തു. ആമേൻ, സ്തോത്രം. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണോ എന്ന് പോലും ചിലപ്പോ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു അധ്യായമോ ഒരു ചരിത്രം വേറെ എന്തെങ്കിലോ വന്നിരുന്നെങ്കിലും ഒരു പക്ഷേ അത് ആര് തുറന്നതല്ല, ഞാൻ തന്നെ തുറന്നതാണ്. അപ്പൊ എനിക്ക് നല്ല വിശ്വാസം, എനിക്ക് എന്റേതായ വിശ്വാസം ഉറപ്പായി. മനസ്സിലായില്ലേ? നീ അങ്ങനെ തന്നെ വചനം, നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഈ 35 വർഷവും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഭയപ്പെട്ടു പോകുവാൻ അവൻ സമ്മതിച്ചിട്ടില്ല. അവൻ വിഷയങ്ങളൊന്നും ഇല്ലെന്നല്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച കർത്താവ് പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ കാലത്തും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന് യഹോവ ഇടയനാക്കിയ ദാവീദ് പറയുന്നു. എനിക്ക് സ്തോത്രം, എന്റെ ദൈവം എനിക്കിടയനായി ഉള്ളിടത്തോളം കാലം ഞാൻ ഭയപ്പെട്ടു പോകത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായി. കാരണം സത്യവേദ പുസ്തകത്തിലെ സത്യവചനങ്ങൾ സത്യമേ പറയത്തുള്ളൂന്ന് എന്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചു. അവൻ അതുകൊണ്ട് ഇതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. സ്തോത്രം. ഇക്കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനികളാകട്ടെ, അത് മറ്റു മതസ്ഥരാവട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനം, അതായത് ഈ രക്ഷിക്കപ്പെട്ടവരോടാ ഞാൻ ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരോട് വ്യക്തമായി ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം ഭവനത്തിന്റെ ഉള്ളറയിൽ വായിക്കണം. അത് നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലും ഇറങ്ങണം. അവൻ നമ്മൾ വായിക്കുന്നത് അന്തരീക്ഷത്തിലും മുഴങ്ങണം. ഇത് സാത്താൻ കേൾക്കണം. നമ്മൾ ദൈവവചനം വായിക്കുന്നത് ഇരുവായ്ത്തലുള്ള അത് ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് എന്നെയും ശക്തി വെടിപ്പാക്കും. അവൻ സാത്താനെ വെട്ടി നിലത്തിടും. ഹല്ലേലൂയ. ഇത് നമ്മൾ വായിക്കുന്നത് വഴിയെ പോകുന്ന ആരെങ്കിലുമോ അടുത്ത റൂമിലുള്ള ആരെങ്കിലുമോ അവരും കേൾക്കട്ടെ, അവരും വിടുതൽ പ്രാപിക്കട്ടെ. ഒരുപക്ഷെ ഒരു ദൈവവചനമായിരിക്കാം അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഒരു അനുഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, തിരുവനന്തപുരത്തെ പാളയത്തൊരു ചർച്ച്, മെയിൻ റോഡല്ല, ഉള്ളു റോഡാണ്. അതിലെ കൂടെ നടന്ന് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നു, കാറ് പോകുന്നു, ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഞാൻ അതിലെ നടന്നു പോയപ്പോ അന്ന് എനിക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര വിഷമം വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഞാൻ നടക്കുകയായിരുന്നു. അവിടെ അന്ന് പൈസക്കൊക്കെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടപ്പോ ചുമ്മാ ഇങ്ങനെ നടന്നപ്പോ അതിനോട് മതിലിനോട് ചേർന്നൊരു വീട്ടില് പ്രാർത്ഥന നടക്കുന്നു, നല്ല മെസ്സേജ് നടക്കുന്നു. സ്തോത്രം. ഞാൻ അവിടെ കുറച്ചു നേരം നിന്ന് കേട്ടു യേശു ക്രിസ്തുവിനെ കുറിച്ചും, യേശു സമാധാനം തരുന്നതിനെ കുറിച്ചും, യേശു ഒരിക്കലും ദോഷം നമുക്ക് ചെയ്യത്തില്ലെന്ന്, ഇങ്ങനെയുള്ള വചനങ്ങൾ, അതുപോലത്തെ വചനങ്ങള് ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് കേട്ടിട്ട് ഞാൻ തന്നെ അകത്തോട്ട് കയറി. രക്ഷിക്കപ്പെട്ട പിന്നെയാ അകത്ത് കയറി. അത് എന്റെ അനുഭവം. ഞങ്ങളുടെ അതിനുശേഷം എത്രയോ നാൾക്ക് ശേഷം എവിടെയോ വെച്ചാണ്, ഏതോ ഒരു ചർച്ചിൽ വെച്ചൊരു മെസ്സേജ് ഞാൻ കേട്ടു. ഒരു ദൈവദാസൻ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലൊരു ചർച്ചില് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
പുള്ളി പറഞ്ഞു, യേശു സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സഹായിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശുവിങ്കിലേക്ക് വാ എന്ന മെസ്സേജ് കേട്ടിട്ട് എന്തായാലും ഒന്ന് കേറി നോക്കാന്ന് പറഞ്ഞ് കേറിയതാ. എന്നിട്ട് ആ പുള്ളി അന്ന് രക്ഷിക്കപ്പെട്ടു. ഒടുക്ക പാസ്റ്റർ ആയിട്ട് സാക്ഷ്യം പറയുന്നതാ ഞാൻ കേട്ടതാ. പ്രൈസ് ദി ലോർഡ്. നമ്മള് പലയിടത്തും നിന്ന് ദേവദാസന്മാരെ ചർച്ച വിളിക്കുമല്ലോ. ഏതോ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന പാസ്റ്റർ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് കേട്ട സാക്ഷ്യമാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വീട്ടിനകത്തിരുന്ന് ഉറക്കെ ബൈബിൾ വായിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് കൂടി അത് വിടുതലായി മാറും. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സാത്താൻ വിട്ടേക്കുമെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ടാണ് എന്റെ ഉമ്മ ആമേൻ ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉമ്മയിലുള്ള ഭൂത അലറി വിളിച്ച് പറഞ്ഞതെന്താ, അയ്യോ ഇത് തീയാ, അവിടെ കത്തിക്കുകയായിരുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ കത്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ചിലരെ ആമേൻ അത് വാളായിട്ട് ഉപയോഗപ്പെടും, ചിലർക്ക് ചുറ്റികയായിട്ട് ഉപയോഗപ്പെടും, ചിലർക്ക് തീയായിട്ട് അത് ഉപയോഗപ്പെടും. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ മായമില്ലാത്ത വചനം പാലാണെന്ന, മായമില്ലാത്ത പാല്, ദൈവത്തിന്റെ വചനം മായമില്ലാത്ത പാൽ, അത് ദിവസവും കുടിക്കണമെന്നാണ്. ദിവസം കുടിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ പറ്റൂ. അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സാത്താൻ തോൽപ്പിക്കാൻ പറ്റില്ല. 35 വർഷത്തെ എന്റെ അനുഭവം കൊണ്ട് എനിക്ക് വിളിച്ചു പറയാൻ പറ്റും, എന്നെ ഇന്ന് വരെ നടത്തി 35 വർഷം നടത്തിയത് ഈ തിരുവചനമാണ്. ഹല്ലേലൂയ. ഈ തിരുവചനമാണ്. ഈ ദൈവമാണ്. വചനം ദൈവമാണ്, കർത്താവാണ്, യേശുവാണ് എന്നെ ഇന്ന് വരെ നടത്തി ബലപ്പെടുത്തി നടത്തിയത്. ലോകാവസാനത്തോളം എല്ലാ കാലവും നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് എന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരു വകയില്ലാതെ. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കർത്താവെ നീ എന്നെ പട്ടിണിക്കിട്ടാലും, പട്ടിണിക്ക് കിടന്ന് മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. ഇത് സാത്താനാണോ പരീക്ഷിക്കുന്നത്, നീയാണോ പരീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ആര് പരീക്ഷിച്ചാലും ശരി, നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. എനിക്ക് സ്വർഗത്തിൽ വരണം, എനിക്ക് നിന്നെ കാണണം. കാരണം ആത്മഹത്യ ചെയ്ത് നരകത്തിൽ പോകേണ്ട എന്നെയാ എനിക്ക് സമാധാനം തന്ന്, എനിക്ക് രക്ഷ തന്ന് നിത്യജീവൻ നീ എനിക്ക് ഉറപ്പാക്കിയത്. അത് ഞാൻ എങ്ങനെ കളയും? നീ തന്ന ഉറപ്പ്, അത് എന്റെ കർത്താവ്. എനിക്ക് ആ നിത്യജീവന്റെ ഉറപ്പ് പറയുമ്പം എന്റെ മനസ്സിൽ തുളുമ്പുന്നത് എന്താണെന്നറിയാം? കർത്താവിന്റെ കാൽവറി ക്രൂശാ. എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മരിച്ചിട്ടുണ്ടോ? മരിക്കുമോ? ഹല്ലേലൂയ. കൂടി വന്നാൽ കുറച്ച് ഒരു കുപ്പി ബ്ലഡ് കൊടുക്കുമായിരിക്കും, ഒരു അവയവം കൊടുക്കുമായിരിക്കും. നമ്മളെ ജീവൻ കൊടുക്കുമോ? അത് ശത്രുക്കൾക്ക് വെള്ളം പോലും കൊടുക്കാൻ തോന്നത്തില്ല, പിന്നെയാണ് ബ്ലഡ് കൊടുക്കുക. അവൻ ശത്രുവായിരുന്ന എനിക്ക് വേണ്ടി അവന്റെ ജീവനെ തന്നുവെങ്കിൽ അവൻ എനിക്ക് വേണ്ടി ജീവനെ തരാം. ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ അങ്ങ് കൊടുക്കാം. അങ്ങനെയാണോ എന്റെ യേശുക്രിസ്തു എനിക്ക് ജീവനെ തന്നത്? എത്ര മണിക്കൂറാ വേദന അനുഭവിച്ചേ, എത്ര മണിക്കൂറാ കഷ്ടം അനുഭവിച്ചേ. ആമേൻ സ്തോത്രം. ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥന, അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളെ പോലെ നിലത്തു വീണെന്ന് പറയുന്ന ആ ഭാഗം, അത് ഞാൻ വായിച്ച് പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തുമാത്രം മരണവേദന അനുഭവിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കണേ. അത്ര വേദന എനിക്ക് വേണ്ടിയല്ലേ? അത് എനിക്ക് വേണ്ടിയല്ലേ? എനിക്ക് സമാധാനം തരാൻ, എനിക്ക് സന്തോഷം തരാൻ, എനിക്ക് വിടുതൽ തരാൻ, എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടി അവൻ അനുഭവിച്ച വേദന, കഷ്ടാനുഭവം, അത് ഓർക്കുമ്പോ എനിക്ക് എത്ര എന്നെ യേശുവിനെ സ്നേഹിച്ചാലും വർണ്ണിച്ചാലും മതി വരത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കൊണ്ടുപോയി മുൾക്കിരീടം അണിഞ്ഞതും, മുഷ്ടി ചുരുട്ടി ഇടിച്ചതും, താടി പിടിത് പറിച്ചതും, ആമേൻ അച്ചാട്ടവാറ് കൊണ്ട് അടിച്ചതും ഒക്കെ അത് ഓർക്കുമ്പോ എന്റെ യേശുവിനെ ഇപ്പൊ തന്നെ കാണാൻ തോന്നി പോവാ. ആമേൻ. എന്നിട്ട് ഇതെല്ലാം പോട്ടെ, മുൾക്കിരീടം അണിഞ്ഞും ചാട്ടവാറടി കൊണ്ടും ഉഴവ് ചാല് പോലെ അവന്റെ പുറമെല്ലാം ഉഴുതു നിന്നപ്പോഴും, ഇത് കൂടാതെ ഈ മണിക്കൂറുകളും മല കയറി ഈ കുരിശും ചുമന്ന് പോകുന്ന രംഗം, അതെനിക്ക് വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു കഷ്ടാനുഭവ. യേശുവിന്റെ കഷ്ടാനുഭവം. ഇതെല്ലാം സഹിച്ചിട്ടും ഇതും ചുമന്നുകൊണ്ട് പോവുക, ഭാരം ചുമന്നുകൊണ്ട് പോവുക. എന്നിട്ട് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ എന്താ? നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. ഹവേ സ്തോത്രം. എന്ത് വേണം? ശാരീരിക വേദന മാറ്റണോ? മാനസിക വേദന മാറ്റണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണോ? എന്താണ് മാറ്റേണ്ടത്? ഞാൻ മാറ്റിത്തരാം, ഇങ്ങോട്ട് താ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ കൊണ്ടു നടക്കാം. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോണത്. സാത്താൻ പറയും സാരയില്ല, ഇത് നീ തന്നെ വഹിച്ചാൽ മതിയെന്ന്. ദൈവം പറഞ്ഞു നീ വഹിക്കണ്ട, ഇങ്ങോട്ട് താന്ന്. ഇപ്പൊ നമ്മൾ സാത്താൻ പറയണ കേൾക്കണോ, ദൈവം പറയണ കേൾക്കണോ?
സോറി. ആമേൻ, സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ അവനെ അറിയിക്കാത്രേ വേണ്ടത്. ആമേൻ. ഈ അറിയിക്കാനാണെങ്കിൽ നമുക്ക് അറിയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരിക്കണ്ടേ? സമയമില്ലെന്നാ പറയണേ. പ്രാർത്ഥിക്കാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. പിന്നെ കർത്താവ് എന്തോ ചെയ്യണം? 24 മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെ തന്നില്ലേ? ജാതി മത ഭേദമന്യേ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവർക്ക്, കൊച്ചിനും വലുതിനും ചെറുതിനും എല്ലാം, എല്ലാവർക്കും സർവ്വജനത്തിന് 24 മണിക്കൂർ കൊടുത്തില്ലേ? എവിടെയെങ്കിലും മുഖപക്ഷം കാണിച്ചോ? ചിലർ പറയുന്നുണ്ട് ദൈവത്തിന് മുഖപക്ഷം ഉണ്ടെന്ന്. എവിടെ മുഖപക്ഷം? അപ്പൊ മുഖപക്ഷം ഉണ്ടെന്ന് പത്രോസിനെ പാറ്റാൻ സാത്താൻ ചോദിച്ചു വിട്ടുകൊടുത്തില്ല, ഇയ്യോബിനെ വിട്ടുകൊടുത്തു. അതുപോട്ടെ, ഇയ്യോബിന് നല്ല ഇതുണ്ടോണ്ട് വിട്ട്, എന്നാ പിന്നെ ഇസ്കറിയത്തെ യൂദായെ വിടുവിച്ചൂടെ എന്നാ ചോദിക്കണേ. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ച പറഞ്ഞ, പിന്നെ പത്രോസിനെ വിട്ടുകൊടുക്കാത്ത ദൈവം എന്തിനാണ് ഇസ്കറിയത്തെ യൂദായെ വിട്ടുകൊടുത്തത്? ഞാൻ പറഞ്ഞ നിവർത്തി, ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തിക്ക് ആ വ്യക്തിയിൽ ഭൂതം കയറണമെന്നും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമെന്നും ദൈവത്തിന്റെ അത് നിവർത്തിയാണ്. അത് അത് എന്താ പറയാ, അരുളപ്പാടാണ്, അല്ലെങ്കിൽ അവർ അതാണ്. പക്ഷേ ഇദ്ദേഹം ചെയ്തു എന്ന് ബോധ്യം വന്നു, ആ പൈസ കൊണ്ട് തിരിച്ചിട്ടു, നേരെ പോയി താകാതെ നേരെ പോയി ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടനെ. തീർച്ചയായിട്ടും പുള്ളിക്കും കുറ്റബോധം വന്നു. ഞാൻ തെറ്റില്ലാത്ത രക്തം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുറ്റബോധം വന്നു. ആ കുറ്റബോധം വന്ന് കർത്താവിന്റെ സന്നിധി വന്നു നേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് ക്ഷമിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറ്റബോധമല്ല, യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് നാം ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് വിടുതലുള്ളൂ. കുറ്റബോധം തീർച്ചയായിട്ടും ദൈവം കടന്നു വരേണ്ടവന്റെ അടുത്ത് കടന്നു വന്ന് അത് പറഞ്ഞ് അതിൽ നിന്നുള്ള ഒരു വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിൽ അവകാശമാക്കാൻ കഴിയുള്ളൂ. അതാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ പലർക്കും തെറ്റും ശരിയും തിരിച്ചറിയാം, പക്ഷെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സില്ല. കർത്താവിനോട് ക്ഷമ ചോദിക്കാൻ മനസ്സില്ല, മനുഷ്യരോട് ക്ഷമ ചോദിക്കാൻ മനസ്സില്ല. അവിടെ വരുമ്പോ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് ഒരു വര വരച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ എത്തണം. കർത്താവ് അതാ പറഞ്ഞ, നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് അടുത്ത് വരാം. അതെ, നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോ കർത്താവ് നമ്മളെ അടുത്ത് വരും. അല്ലാണ്ട് കർത്താവ് ഇപ്പൊ ഞാൻ ഭൂരിപക്ഷം ഇപ്പൊ നമുക്ക് അറിയാവല്ലോ, കർത്താവിന്റെ കാലത്തും അപ്പം തിന്നാൻ കുറെ പേരുണ്ടായിരുന്നു. എന്ത് കിട്ടും എന്ന് പറഞ്ഞ് കർത്താവിന്റെ പുറകെ വരാൻ ഇഷ്ടംപോലെ ആൾക്കാര് കിട്ടിയിട്ട് എത്ര പേര് കർത്താവിന്റെ പുറകെ വന്നു? അപ്പം തിന്ന് തൃപ്തിയായതുവരൊക്കെ പിന്നെയും അപ്പം തിന്നാൻ വന്നു. കർത്താവ് തന്നെ പറഞ്ഞു, അവര് അത്ഭുതം കണ്ടിട്ടല്ല, അവരപ്പം ഇല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, അവർ അത്ഭുതം കണ്ടിട്ട അല്ല, അപ്പം തിന്നേന്റെ ഇത് വെച്ചിട്ട് അവര് വരണേ അല്ലേ? ആമേൻ, സ്തോത്രം. അതാ ഇന്നും ഇങ്ങനെ. ഇന്ന് നോക്കിക്കോ, 100 പേരെ എടുത്താ അതിനകത്ത് ഏറെക്കുറെ 90-95 പേരും അപ്പം തിന്നാൻ വരുന്നവരാ. വിരലിലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ കർത്താവ് പറഞ്ഞ സാക്ഷിയായിട്ട്, സാക്ഷികളായിട്ട് ഇറങ്ങുന്നുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നത് സിസ്റ്റർ, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ചുരുക്കം. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പൊ ആ തിരഞ്ഞെടുക്കാത്തവരാണ് എന്തോ ചെയ്യുന്നത്? ദൈവസന്നിധിയില് നകന്നു പോകുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത് ദൈവത്തിന്റെ മുൻ നിർണയത്തിൽപ്പെട്ടതായ ഒരു കാര്യമാണ്. ഒരുപാട് പേരെ വിളിക്കുന്നുണ്ട്. ഇതുപോലെ സിസ്റ്റർ പറഞ്ഞ പോലെ അപ്പം തിന്നാനായിട്ട് ഒരുപാട് പേര് ദൈവത്തിന്റെ പിന്നാലെ വരുന്നുണ്ട്. അന്ന് ഒരുപാട് പേര് കടന്നു വന്നു. പക്ഷെ അവരെല്ലാവരും ആ നിത്യതയിലേക്ക് കടന്നു, ആ നിത്യത അവകാശമാക്കിയില്ല. അതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത്. പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, ആ കരുണയ്ക്കാണ് നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത്. ആമേൻ. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്തോ? ദൈവദാസിയെ കർത്താവ് ഉപയോഗിച്ചതും അനുഭവ സാക്ഷ്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കുറെ. അവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല എന്ന്. അതുകൊണ്ട് ഞാനും പറയാ, എന്നെയും പിതാവ് ആകർഷിച്ചത് കൊണ്ട് തന്നെയാ ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ സാധിച്ചത്. അല്ലാണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാത്തവരൊന്നും അല്ല. നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ പരസ്യയോഗങ്ങളും കൺവെൻഷനുകളും പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ആരും ക്രിസ്തുവിനെ കേട്ടില്ല എന്ന് പറയാൻ ആരുമില്ല മിക്കവാറുള്ളിടത്തും നമ്മളെ കേരളത്തില്. പക്ഷെ എത്ര പേര് ക്രിസ്തുവിനെ പുറകെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് പിതാവിന്റെ ഒരു ആകർഷണം വേണം. പിതാവിന്റെ ഒരു ആകർഷണം. തീർച്ചയായിട്ടും വചനം അറിയാം, കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഗ്രഹിക്കാൻ എന്തുവാ ഒരു കഴിവ് അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഇല്ല. ഒരു തിരിച്ചറിയാനുള്ളതായ ഒരു കഴിവ് അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. കുരുട്ട് കണ്ണുകൾ പ്രകാശിക്കപ്പെടേണ്ടതിനാണ് ഈ നാളുകളിൽ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെ. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം അവർ വിശ്വസിക്കാതെ എങ്ങനെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും? വിശ്വസിക്കണമെങ്കിൽ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പറയാതെ എങ്ങനെ അവർ കേൾക്കും? അപ്പൊ പറയാനുള്ള അത് നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മളുടെ കയ്യിലാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നമ്മൾ അനുഭവിച്ച നമ്മൾ ഈ വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, അവർ കേൾക്കണം. ഈ കേട്ടവർക്ക് ഗ്രഹിക്കാനുള്ള കൃപ, ലുദിയുടെ ഹൃദയം തുറന്ന ദൈവം അവരുടെ ഹൃദയം തുറക്കും. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനത്തിന് സദ്യമജ്ജകളെ തുളച്ചു ചെല്ലാനുള്ള ശക്തിയുണ്ട്. ഹൃദയങ്ങളെ നിലവുകളെ തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കേണ്ടതിനും അവരെ മുറിവ് കെട്ടേണ്ടതിനും അവർക്ക് ബോധം കൊടുക്കേണ്ടതിനും ഈ തിരുവചനം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറയിലോട്ടൊന്ന് എത്തണം. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മെ പോലുള്ള ഏഴകളെ ദൈവം തെരഞ്ഞെടുത്തല്ലോ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ക്രിസ്ത്യ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുക. ഒത്തിരി വീട്ടമ്മമാര് മക്കളെ നോക്കിയും വെച്ചും വിളമ്പിയും കൊടുത്തും അവരവരുടേതായ രീതിയിലൊക്കെ സന്തോഷിക്കുമ്പോൾ സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ ഇങ്ങനെ എല്ലാരും വിളിച്ച് സാക്ഷ്യം പറയിപ്പിച്ച് ഇങ്ങനെ ചാനലിലൂടെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ ദൈവം തന്നൊരു കൃപ, അത് വലിയ കൃപ. അതായത് എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നിങ്ങളെ പോലുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ വന്നിരുന്ന് സാക്ഷ്യം പറയുന്ന അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ ഒന്നുമുള്ള ഒരു ബോധം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്തോത്രം. അനുഭവമാണ് എന്തുവാ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. നമുക്കത് കണ്ണിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. അപ്പൊ ദൈവദാസുടെ അനുഭവം കേൾക്കുമ്പോൾ കർത്താവിനെ എങ്ങനെ കണ്ടുമുട്ടി, ഒരു മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്തുവാ ഒരു പ്രചോദനമാണ്. ദേവദാസിയെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് അതൊരു അനുഭവം. അത് നമ്മൾ എങ്ങൊന്നും കടമെടുത്ത് പറയുന്നതല്ല, സ്വന്തം അനുഭവം നമ്മൾ എന്തോ ചെയ്യുന്നതാണ്, പറയുന്നതാണ്. ആ നിത്യജീവനെ എങ്ങനെ അവകാശമാക്കി എന്നുള്ളത് യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ക്രിസ്തു യേശു ഉണ്ട്. ആ ഖുർആനകത്തൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം. എങ്കിലും യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ഒരു പിക്ചർ അതിനകത്ത് കാണുവാൻ കഴിയുന്നില്ല. ഇല്ലയോ? അങ്ങനെ തന്നെ ഇല്ലയോ? യേശുക്രിസ്തുവിനെ കുറിച്ച് അതിനകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ അവിടെ പറയുന്നത് ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് എന്നാണ്. ഈസാ മസീഹ് ഇബ്നു മറിയം, ഈസാ മസീഹ് ഇബ്നു മറിയം, അതായത് മറിയത്തിന്റെ മകനായ മസീഹീസ. മസീഹീസ എന്ന് പറയുന്നത് ഈശോമിശിയ എന്ന് കത്തോലിക്കരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈശോമിശിയ, അപ്പൊ അതിനെ തിരിച്ചിട്ടാണ് മസീഹീസ എന്ന് പറയുന്നത്. അത് ഖുർആനിലുണ്ട്, പല ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷേ മദ്രസയിൽ ഞാൻ കേട്ടിട്ടില്ല, ഉസ്താദന്മാരും പറയണ കേട്ടിട്ടില്ല, മുസ്ലിംമാരും പറയണ കേട്ടിട്ടില്ല. ഞാൻ ചിലയിടത്ത് ഡിബേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഈ ക്ലബ് ഹൗസിനകത്താണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ അവരെ കണ്ണിക്കുന്നതിനേക്കാളും ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഇതിങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നതും അതിന് തെളിവ് വല്ലതും ഉണ്ടോ, ഒന്ന് തരാമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെയും. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 5 നേരം നിസ്കരിച്ചിട്ടുള്ളവരാ. 5 നേരം നിസ്കാരമാണ് വളരെ ഇമ്പോർട്ടന്റ്. കണ്ടിട്ടുണ്ടല്ലോ പള്ളികളിലൊക്കെ പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അത് 5 നേരം നിസ്കാരമാണ് അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ, ദൈവത്തെ ആരാധിക്കുന്നതാണ് അത് ആരാധന. അപ്പൊ അത് ഞാൻ നോക്കിയിട്ട് 114 അധ്യായമുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ ചോദിച്ചു, ഞാൻ കാണാതെ പോയതാണെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ, ഒന്ന് അറിയിക്കാവോ ചോദിച്ചിട്ട് അത് ഹദീസ് എന്ന് പറയുന്ന 2ാമത്തെ ഗ്രന്ഥത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മുഹമ്മദ് നബി മരിച്ച് 250-60 വർഷത്തിന് ശേഷമാണല്ലോ ബുഖാരി എന്ന് പറഞ്ഞ ഒരാള് ഈ ഹദീസ് കൊണ്ടുവന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ. ഞാൻ ഖുർആൻ വിശ്വസിക്കാം, എനിക്ക് അതിൽ തെളിവ് തരണം. പക്ഷെ അങ്ങനെ ആർക്കും തെളിവ് തരാൻ പറ്റിയിട്ടില്ല. 5 നേരം നിസ്കാരം പറ. പക്ഷെ ഞാൻ വായിച്ചപ്പോ 11-ാം അധ്യായം 114-ാം വാക്യത്തിനകത്ത് ഇങ്ങനൊരു വചനം കണ്ടു: പകലിന്റെ 2 അറ്റത്തും രാവൽപ്പം വൈകിയും നമസ്കാരം മുറ പോലെ ചെയ്യുക എന്ന്. അപ്പൊ പകലിന്റെ 2 അറ്റം വെളുപ്പാങ്കാലത്തും സന്ധ്യാസമയത്തും പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു 7 മണി 8 മണി 8:30 മണിക്കുള്ളിൽ. അത് അങ്ങനെയായി പറഞ്ഞിരിക്കുന്നത്. പകലിന്റെ 2 അറ്റവും രാവൽപ്പം വൈകിയും. അപ്പൊ 3 നേരം. ഇത് തന്നെ നമ്മളെ ബൈബിൾ പറയുന്നു. 3 നേരം ദാനിയേല് പ്രാർത്ഥിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. 3 നേരം പ്രാർത്ഥന ബൈബിളിൽ പറയുന്നുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചായിട്ട് തെളിവുണ്ട്. ഇത് 3 നേരം നിസ്കാരമേ ഉള്ളൂ എന്ന് ശേഖർ നൂർ മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തില് ഇങ്ങനെ പറയുന്നിരുന്നു കൊടുക്കാം. അപ്പൊ ഒരുപാട് പേർക്ക് അത് അറിയാം, 3 നേരം നമസ്കാരം ഖുറാനി പറയുന്നുള്ളൂ എന്നും. അത് വിഷയം പോട്ടെ. ഷഹാദത്ത് കലിമ ചൊല്ലിയാലാണ് ഇസ്ലാം ആകുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞാലേ പിന്നെ ഇസ്ലാം ആകാം എന്ന്. കാരണം നമ്മുടെ ബൈബിളിലെ 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നത് എന്താണ്? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇത് മാറിയത് എപ്പോഴാ? മാറ്റിയതാരാ? തെളിവില്ല. അപ്പൊ മാറുമോ? ഇല്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവത്തിന്റെ വചനം മാറ്റാൻ പറ്റില്ല. കൂട്ടരുത്, കുറയ്ക്കരുത്. കൂട്ടരുത്, കുറയ്ക്കരുത്. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനമാണ് ബൈബിളിലെ വചനങ്ങൾ. അതിനെ കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 3-ാം വാക്യം ആർക്ക് കുറയ്ക്കാൻ പറ്റി? ആർക്ക് അതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റി? ഇല്ല, ഒരിക്കലുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സ്തോത്രം. ഇതിന് എതിരായിട്ടാണ് ഷഹാദത്ത് കലിമ. അള്ളാഹുവിനെ മുഹമ്മദ് നബിയെ വിശ്വസിച്ചാലാണ് ഇസ്ലാം ആകുക എന്നാണ്. അപ്പൊ ഞാൻ ഈ വചനം വിശ്വസിക്കണോ ആ വചനം വിശ്വസിക്കണോ? ആദ്യം എഴുതപ്പെട്ട വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമാണ്. അപ്പോൾ എനിക്ക് അതിനെതിരെ ഇത് മാറ്റിയതാര് എന്ന് തെളിവ് തരണം. ദൈവമാണ് മാറ്റിയെങ്കിൽ ദൈവം ആരോട് പറഞ്ഞു, എപ്പോ പറഞ്ഞു? അതിന് തെളിവില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ഇസ്ലാം ആകാവൂന്ന് ഖുർആനില് വചനമില്ല. പിന്നെ ആര് പഠിപ്പിച്ചു? ദൈവമാണ് പഠിപ്പിച്ചെങ്കിൽ ഖുർആനകത്ത് കാണണ്ടേ? ഇല്ല, അതില്ല. അപ്പൊ 5 നേരം നിസ്കാരം ഞാൻ കണ്ടില്ല, ഷഹാദത്ത് കലിമ കണ്ടില്ല, ഒളു കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാം കാര്യം ഈമാൻ കാര്യമില്ല, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യവുമില്ല. പക്ഷേ ഖുർആനിനകത്ത് എഴുതിയിരിക്കുന്ന ആര് പഠിപ്പിക്കുന്നുമില്ല. ഖുർആനകത്ത് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആനകത്തുണ്ട്. ഒന്ന് 10:94, 10-ാം അധ്യായം 94 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻ വേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കുക. 10:94. ഞാൻ നിങ്ങൾക്ക് ഇറക്കിയതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുൻവേദം പാരായണം, വേദമേതാ? നമ്മുടെ ബൈബിളാണ്. മുൻവേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പോയി ചോദിച്ചു നോക്കുക. ആമേൻ. അതല്ല ഞാനിപ്പോ ചെയ്യുന്നത്. എനിക്കത് ഒരുപാട് സംശയങ്ങൾ വന്നു. അപ്പൊ ഞാൻ ഇത് വായിക്കുന്നു. അപ്പൊ ഇതിനകത്താണ് എന്റെ സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചത് ബൈബിളിലൂടെയാണ്. മാത്രല്ല 3-ാമത്തെ ആലിം ഇമ്രാനിനകത്ത് 3-4 വചനങ്ങളിൽ പറയുന്നു, മുൻവേദമാണ് സത്യം. ഇങ്ങനെ തന്നെയാ. ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഖുർആന്റെ തർജിമ വാങ്ങിച്ച എടുത്തു വെച്ച് വായിച്ചു നോക്കുക. അതിനകത്ത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നീട് വിശ്വാസി വന്ന പിന്നെയാണ് തർജിമ വാങ്ങിച്ചു വെച്ച് പഠിക്കാൻ തുടങ്ങിയത്. മദ്രസ പഠിക്കുമ്പോൾ അർത്ഥമൊന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല, അതിനെ ഓതാൻ പഠിപ്പിക്കും, പാരായണം ചെയ്യാൻ പഠിപ്പിക്കും. ഞാൻ നല്ലപോലെ പാരായണം ചെയ്യുമായിരുന്നു. അപ്പൊ ഇതിനകത്ത് പറയാം, ആലിം ഇമ്രാനിൽ പറയുന്നത് 3-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് ഒന്നാമത്തെ അധ്യായമല്ല, സോറി, 3-ാമത്തെ അധ്യായമാണ് ആലിം ഇമ്രാൻ. അല്ല, 3-ാമത്തെ വചനം പറയുന്നതാണ് 3-4 മുൻവേദമാണ് സത്യം. മുൻവേദത്തെ എങ്ങനെയാണ്? മുൻവേദമാണ് സത്യം എന്നല്ല, മുൻവേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടത്രേ ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത്. അപ്പൊ മുൻവേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരുന്നത്. ഒരു ഉദാഹരണം പറയാം. ബൈബിൾ എന്റെ കയ്യിരിക്കുന്നത് മലയാളമാണ്. ഇപ്പം മലയാളം അറിഞ്ഞുകൂടാത്ത ഒരാള്, തമിഴ് മാത്രം അറിയുന്ന ഒരാൾക്ക് ഞാൻ ഇതിനെ തമിഴിലാക്കി കൊടുത്താൽ അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യം എന്നല്ലേ അതിന്റെ അർത്ഥം? ആ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തമിഴിൽ തരിക, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടിയ കിതാബ് ഇന്നില്ല, അങ്ങനെ കിട്ടിയ ഖുർആൻ ഇല്ല. അത് മുസ്ലിങ്ങൾക്കും അറിയാം. ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി അത് കത്തിച്ചു കളഞ്ഞു. മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷം ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി അത് കത്തിച്ചു കളഞ്ഞിട്ട് അന്ന് ബുക്കായിട്ടില്ല, കിതാബായിട്ടില്ല. അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. തോലിലും അങ്ങനെ മടലിലും മേൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചത്. പിന്നെ മുഹമ്മദ് നബിയുടെ കാലശേഷം ഇത് കിതാബാക്കിയത്. അപ്പൊ ഈ ഉസ്മാൻ കത്തിച്ചതിന്റെ ബാക്കിയും അങ്ങനെയൊക്കെ കുറെ അന്നത്തെ സാഹചര്യത്തിനുള്ളതൊക്കെ എഴുതി ചേർത്ത് വെച്ചത് ഉസ്മാനാണ്. കിതാബ് മുഹമ്മദ് നബി എഴുതിയ കിതാബ് അല്ല, അത് കത്തിച്ചു കളഞ്ഞു ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു. മനസ്സിലായി? പക്ഷെ അന്ന് യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കേട്ട വചനമാണ് മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തത്. അതിന്നില്ല. അപ്പൊ ഇവിടെ അത് 3-ാമത്തെ സൂറത്തിൽ തെളിവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മുൻവേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടത്രേ ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തരുന്നത്. കൂട്ടത്തിൽ ഒരു വചനം കൂടെ ഉണ്ട്,
മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതില് മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഖുർആൻ തർജിമ. അതിനകത്ത് 3-ാമത്തെ സൂറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത് എഴുതിക്കണം, ഇതിനു മുമ്പ് മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടി തൗറാത്തും ഇഞ്ചീലും ഇറക്കിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യരുടെ മാർഗദർശനം എന്താ? മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടി തൗറാത്തും ഇഞ്ചീലും ഇറക്കിയിട്ടുണ്ട്. തൗറാത്ത് തോറ പഴയ നിയമം, തോറ, ഇഞ്ചീല് സുവിശേഷം, പുതിയ നിയമം. അപ്പൊ അത് മനുഷ്യരുടെ മാർഗദർശനമാണ് എന്ന് ഖുർആൻ സാക്ഷ്യം പറയുന്നു. അപ്പൊ ഞാനത് വിശ്വസിക്കണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ തോറയിലേക്കും ഇഞ്ചീലിലേക്കും ഞാൻ വന്നത്. ഇതാണ് തോറയും ഇഞ്ചീലും. അപ്പൊ ഇതാണ് മുൻവേദം. എനിക്ക് അതിൽ സംശയം വന്നപ്പോൾ ഞാൻ മുൻവേദത്തിലേക്ക് വന്നു. എന്റെ സംശയങ്ങളെല്ലാം മാറിക്കിട്ടി. മാത്രല്ല തോറയും ഇഞ്ചിയിലും സിസ്റ്റർ വിശ്വസിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ കൽപ്പന പ്രകാരം സിസ്റ്റർ സ്നാനപ്പെട്ട് ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? സ്നാനപ്പെട്ടത് തീർച്ചയായിട്ടും പറയാം. ഞാന് ഈ ബൈബിൾ വായിച്ച് എനിക്ക് വിശ്വാസം വന്നതിന് ശേഷം ഞാൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് 2-3 മാസം കൂടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ എഗ്രിമെന്റ് ചെയ്തില്ല. ഞാൻ പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ സ്നാന സത്യമാണെന്ന് കേൾക്കാനിടയായി. അപ്പൊ ഞാൻ വിചാരിച്ചു 1 വർഷം കൂടെ കഴിഞ്ഞ് സ്നാനപ്പെടാമെന്നാ പറഞ്ഞു. വാര്യവരെ യോനാച്ചാനെന്ന് പാസ്റ്ററെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അന്ന് ആ 4-5 PMG ചർച്ചിലായിരുന്നു ഞാൻ അന്ന് പോയിക്കൊണ്ടിരുന്നത്. അതിനും 1 വർഷം അജിത് കുമാറിന്റെ സത്യ മെമ്മോറിയൽ ഹാളില് ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ പ്രസംഗിക്കാൻ വന്ന ഒരു മണി ആന്റി, കേശാസപുരം കൊളംബോ വില്ല എന്ന് പറയുന്ന വീട്ടിലുള്ള മണി ആന്റി, കേശാസ്ത്രം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ള വീട്ടിലെ ആന്റി അവിടെ പ്രസംഗിക്കാൻ വന്നു. അങ്ങനെ ആന്റിയെ ഞാൻ പരിചയമായി. അങ്ങനെ ആന്റിയുടെ വീട്ടിലൊക്കെ ഞാൻ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയപ്പോ ആന്റി പറഞ്ഞു 4-5 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ട് പിന്നെ PMG ചർച്ചിന്റെ, നമുക്ക് പോകാം, ഇന്ന് 11-ാമത്തെ ദിവസമാണ്, പോകാമെന്ന്. ഞാൻ അവിടെ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടെ പോയി. അന്ന് ബൈബിൾ പോലും എടുത്തിട്ടില്ല. അവിടെ പോയിരുന്ന അന്നത്തെ ആരാധനയും പ്രസംഗവും ദൈവവചനവും ദൈവാലോചനയും ദൈവദാസന്മാരും എന്റെ കൈവച്ച് ദൂത് തരുന്നു. എല്ലാം കൂടെ എനിക്ക് അന്നേരം സ്വർഗത്തിൽ പോയാൽ മതി എന്നായിരുന്നു. എനിക്ക് പിന്നെ രാവിലെ ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ട് പോയതാ. പിന്നെ ഞാൻ 11-ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കണേ. 11 ദിവസം ഉപവാസം എടുത്തു. രാവിലെ വൈകിട്ടും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോയി. 5-ാമത്തെ ദിവസമാണ് വാര്യപുരം യോനാച്ചാൻ പാസ്റ്റർ വന്നിട്ട് കൈ ചൂണ്ടി എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ ചിലതൊക്കെ തീരുമാനം എടുത്തിരിക്കും, അടുത്ത വർഷം സ്നാനപ്പെടാം. ഇതൊക്കെ കേൾക്കണുണ്ടെങ്കിലും അടുത്ത വർഷം ആവട്ടെ. എനിക്ക് കമ്മലുമാലക്കൂര വലിയ പാടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വർഷം ആകട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ചൂണ്ടിയിട്ട് പിന്നെ ദൂത് പറഞ്ഞു, നീ സംശയിച്ച് പിന്തിരിയുവാനല്ല ഞാൻ നിന്നോട് ആലോചന പറഞ്ഞെന്ന് പറഞ്ഞ് തലേ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ആ ആലോചനകൾ ഈ പാസ്റ്റർ റിപ്പീറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ അവിടെ ഇരുന്ന് ഞെട്ടിപ്പോയി. അവിടെ പിന്നെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ പാസ്റ്റർ പറഞ്ഞ അവസാന പ്രസംഗം കഴിഞ്ഞ പറഞ്ഞു പിന്നെ അവസരം കിട്ടിയാൽ സ്നാനപ്പെടാവുന്നുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. ഞാൻ കൈവക്കി. അവൻ എഴുന്നേറ്റിലേക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. 4-5 പേര് എഴുന്നേറ്റ്. ഞാനും എഴുന്നേറ്റ്. ഞാനൊന്നും നോക്കാൻ പോയില്ല. ഇത് തന്നെ എനിക്ക് സ്വർഗം ഇങ്ങ് ഇറങ്ങി വന്നു. എനിക്ക് അങ്ങനെ തന്നെ അനുഭവം വന്ന് തീരുമാനം എടുത്തു. 11-ന്റെ സ്നാനം 4 പേര് സ്നാനപ്പെട്ടതിൽ ഒരാൾ ഞാനായിരുന്നു അന്ന്. ആമേൻ, സ്തോത്രം. അത് സ്നാനം കുളത്തിൽ നിന്ന് കയറും ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ബെന്തിക്കോസ് കാണാതെ അന്നൊക്കെ, ഇപ്പോഴൊക്കെ എല്ലായിടത്തൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ കേൾക്കുന്നു. പക്ഷെ അന്ന് അവിടെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇത് ഊരി ബാഗിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്തോന്ന്, ആരും കാണാതെ പുറത്തൊക്കെ പോകുമ്പോ ഇടാ എന്നൊക്കെയുള്ള ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ സ്നാനപ്പെട്ട് ആ സ്റ്റെപ്പ് കുളത്തിനകത്തുനിന്ന് അത് ടാങ്കായിരുന്നു. സ്റ്റെപ്പ് കേറി വരുമ്പോ ഞാൻ വേറെ ഏതോ ലോകത്താണ്. എന്തോ ഒന്ന് മൂടിയ പോലെ എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല. എനിക്ക് വർണ്ണിക്കാൻ അറിയാത്തൊരു അനുഭവത്തിലേക്ക് ഞാൻ വന്നു. തിരിച്ചു വരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് വലിച്ചപ്പുറത്തെ വളയിലോട്ട് വലിച്ചെറിഞ്ഞു. ആമേ, സ്തോത്രം. എനിക്ക് പിന്നെ സ്ഥിരമായ കണ്ണെഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരു ഇതുമില്ല. എന്റെ ശരീരം ദൈവത്തിന്റെ തേജസ് കൊണ്ട് മൂടപ്പെട്ടു എന്നൊരു ഫീല് എനിക്കത് വന്നു.
പിന്നെ വർണ്ണിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ക്രിസ്തുവിനോട് ചേരുവാനാണല്ലോ സ്നാനം. അതെ ക്രിസ്തുവിനോട് ചേരുവാനായി സ്നാനം. ഈ സ്നാനം നിങ്ങൾക്ക് ചിലർക്ക് ഭയങ്കര ഇതെന്തോ ഒരു ബിംബിഷ്ടം പോലെ, അതെന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് അവൻ പെറ്റ അമ്മ കണ്ടിട്ട് തിരിച്ചറിയാത്ത രീതിയിൽ അവൻ നമുക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ ഒരു നിമിഷം ധ്യാനിച്ചാൽ അവന് വേണ്ടി മരിക്കാൻ നമ്മൾ റെഡി ആവണ്ടേ? ഞാൻ റെഡിയാണ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ എനിക്ക് മരണമല്ലാതെ എനിക്ക് മറ്റൊന്നും കൊടുക്കാനില്ല. അവൻ നമുക്ക് തന്ന ജീവനും പകരം വെക്കാൻ നമുക്കൊന്നും ഇല്ല കൊടുക്കാൻ. നമുക്ക് കൊടുക്കാൻ അവന്റെ ഹൃദയം മാത്രമേ ഉള്ളൂ. 1, 2 അവൻ പറയുന്ന അനുസരിക്കാനും. ഇത് ചെയ്യാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാവണില്ല. ക്രിസ്തുവിനോട് ചേരാനാ സ്നാനം. ഈ ക്രിസ്തുവിനോട് ചേർന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാനുള്ള വാതിൽ തുറന്ന് കിട്ടുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പൊ ചോദിക്കൊരു ചോദ്യം, കുരിശിൽ കള്ള സ്നാനപ്പെട്ടോ? ക്രൂശിൽ കിടന്ന കള്ള സ്നാനപ്പെട്ട അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല, അതുകൊണ്ട് അത് ആത്മഹത്യയായി മാറും. അതുകൊണ്ട് ക്രൂശിക്കപ്പെടാനല്ലല്ലോ നമ്മള് വെള്ളത്തിലൊന്നും മുങ്ങാനല്ലേ പറയുന്നുള്ളൂ. നമ്മളെ ശരീരം മുറിവേക്കാനോ വേദനപ്പെടാനോ. പറഞ്ഞോ. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. നാമും കർത്താവുമായിട്ട് ഒരുമിച്ച് ഉള്ള ഒരു ബന്ധമാണ്. കർത്താവിനോട് നാം ചേരുകയും സ്നാനത്തിലൂടെ. അതെ, അത് കർത്താവിനോട് നാം അനുരൂപരായി മാറുകയാണ് ആ സ്നാനത്തിലൂടെ, അല്ലെ? കർത്താവിനോട് നാം ചേരുകയാണ്. കർത്താവിന്റെ കൽപ്പനയാണ് സ്നാനം. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ് സ്നാനം. നമ്മുടെ യേശു കർത്താവ്, പരിശുദ്ധനായ കർത്താവ്, പവിത്രനും നിർദോഷനും നിർമ്മലനുമായ കർത്താവിന് സ്നാനപ്പെട്ട് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു എങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും സ്നാനം അതിനൊരു ചോദ്യം ചെയ്യേണ്ടതായ ഒരു ആവശ്യമേ ഇല്ല. കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ട് സ്നാനം എന്ന് പറയുന്നുണ്ട്. നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ മാത്രമല്ല, പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നതാണ് സ്നാനം. ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സ്നാനം. അപ്പൊ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ മനസ്സില്ല, അതുകൊണ്ടായിരിക്കും സ്നാനപ്പെടാൻ മനസ്സില്ലാതെ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. അറിയില്ല, സത്യത്തിൽ അവർക്ക് അറിയില്ല, പിടിവാശിയാ ചിലർക്ക്. അപ്പൊ ചിലർ പറയും ഞാൻ എന്നെ ശിശു സ്നാനപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. ഈ ശിശു സ്നാനം ബൈബിളിലൊന്നും കണ്ടില്ല. കൂട്ടരുത് കുറയ്ക്കരുത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മളെ കയ്യിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ കർത്താവ് അംഗീകരിക്കത്തില്ല. കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അറിയും. അല്ല, പെട്ടെന്ന് ഞാൻ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞാൻ വീര്യപ്രവൃത്തി ചെയ്തു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ നിന്നെ അറിയുന്നില്ല, എന്നെ വിട്ട് പോ എന്നാ കർത്താവ് പറഞ്ഞേ. അങ്ങനെയാണ് ഈ ശിശു സ്നാനം കർത്താവ് അറിഞ്ഞോ? ഇല്ല. കർത്താവ് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ അറിയാം? അല്ലേ? അതെ അതെ, തീർച്ചയായും ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം തീർച്ചയായിട്ടും നാം പ്രമാണിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ദൈവദാസി, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിറഞ്ഞതും കൂടെ ഒന്ന് പറഞ്ഞാട്ട് ദൈവദാസി. അത് ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ലവ് ആർമി ക്രൂസൈഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്നാണ് ശരിക്കും വചനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. വചനം കേൾക്കാൻ തുടങ്ങിയതും പാട്ടുകള്, പ്രാർത്ഥനകള്, വിടുതലുകളൊക്കെ ലഭിച്ചതൊക്കെ അവിടെ നിന്നാണ്. അവിടെ ഒരു കൂട്ടായ്മ എന്നേ ഉള്ളൂ. പണ്ട് സ്നാനം പറയുമായിരുന്നു, പിന്നെ സ്നാനം ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. അതുകൊണ്ട് ഞാൻ കേട്ടത് ഇവിടെ വന്നിട്ടാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവരുടെ ഒരു കൺവെൻഷൻ, ഈ ലവ് ആർമി ക്രൂസൈഡിന്റെ ഒരു കൺവെൻഷൻ ഞങ്ങളുടെ പാറോട്ടൂണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പോയിരുന്നു. അതിന് പോയപ്പോ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ഒഴുക്കും ഒരു പ്രസംഗവും ഒരു എന്തോന്ന്. അപ്പൊ എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നു, ആത്മാവിനെ ആര് കണ്ടാലും പറയാം അഭിഷേകം പ്രാപിച്ചോ, പ്രാപിക്കണം കേട്ടോ. എനിക്കങ്ങ് കൊതി കൊണ്ട് ഇങ്ങനെ അതിനുവേണ്ടി ഞാൻ കൊതിച്ച് നടക്കുക. 5-6 മാസമായിട്ട് ഇതിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അവരടുത്ത് പറയും നീ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ, ഏറ്റുപറയാൻ എന്തെങ്കിലും ഉണ്ടോ, ഏറ്റുപറഞ്ഞ് ഒന്നുമില്ല ഏറ്റുപറയാൻ. അപ്പൊ ഓർമ്മയിലുള്ളതൊക്കെ ഏറ്റുപറയും, എന്നിട്ടും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയും അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല, അപ്പൊ എനിക്ക് ആത്മാവിനെ തരുന്നില്ലല്ലോ, ഞാൻ മരിച്ചുപോയ സ്വർഗത്തിൽ പോവില്ലല്ലോ ഒക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചുപിള്ളേരെ പോലെ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ആ കൺവെൻഷൻ സ്ഥലത്ത് വെച്ച് എനിക്കറിയില്ല, ഞാനങ്ങ് ആത്മാവിനാൽ നിറഞ്ഞ് തുള്ളി ദൈവത്തെ സ്തുതിക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എനിക്ക് നിരാശ എന്ന് പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ ഈ നിമിഷം വരെ ഇല്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞപ്പോ നിരാശ. വിഷയങ്ങൾ വരുമ്പോ ധൈര്യമാണ് അവിടെ. വിഷയം വരുമ്പോ കർത്താവ് എന്റെ കൂടെ ഉണ്ടല്ലോ, കർത്താവ് നോക്കിക്കൊള്ളും, ഇത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല, ഇത് എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. എന്റെ കർത്താവ് പറഞ്ഞു, അവന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. കർത്താവേ നിനക്ക് തരിക, എന്നെ കൊണ്ട് പറ്റില്ല, സഹായിക്കണേ.
വിട്ടുകൊടുക്കും. അപ്പൊ വേദനയില്ല. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതെന്ത് ചെയ്യും, ഇതിന് എന്ത് ചെയ്യും, ഇതായിരിക്കും വെപ്രാളം. അതില്ല എനിക്ക്. അത് ആത്മാവ് വന്നതിന് ശേഷമാണ്. പക്ഷെ ആ പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ടാ ഞാൻ സ്നാനപ്പെടാനിടയായത് കേട്ടോ. പക്ഷെ വചനം പറയുന്നത്, നീ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട നിനക്ക് സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും എന്നാണ്. പക്ഷെ എനിക്ക് തിരിച്ചാ, എനിക്ക് ആത്മാവിനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്. അതെ, അങ്ങനെ ഉണ്ട് ദൈവവചനത്തിൽ, അങ്ങനെ ഉണ്ട്. ഞാനും അങ്ങനെ തന്നെയാ സ്നാനപ്പെട്ടത്. അല്ല, ആത്മാവില്ലെങ്കിൽ ഞാനൊന്ന് സ്നാനത്തിന് തയ്യാറാവില്ല. കാരണം കുറച്ച് പിടുത്തമുള്ള ആളായിരുന്നു ഞാൻ. മനസ്സിലായോ? പഠിക്കുന്നല്ലേ ഉള്ളൂ, വചനം കേൾക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് ആ വർഷം സ്നാനപ്പെടണമെന്നുള്ള ദൈവനിശ്ചയമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ തയ്യലൊക്കെ പഠിക്കാൻ പോയി, ലോൺ എടുത്തൊരു തയ്യൽ കടയിട്ടു. 91 തയ്യൽ പഠിച്ചു, 92 ഒരു കടയിട്ടു. 95 ഞാൻ കുവൈറ്റിലേക്ക് പോയി. എന്നുവെച്ചാൽ അവിടെ തയ്യക്കാരിയായിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ തന്നെ എന്റെ കല്യാണം നടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഞാൻ കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിന്ന എന്നെ കർത്താവ് കുവൈറ്റി കൊണ്ടിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വീട്ടുകാരെ മൊത്തം ഭാരം വഹിച്ചെടുത്തിട്ട് എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായതാ. പക്ഷെ എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിയും എന്റെ ഭർത്താവ് ദൈവം കണ്ടിരുന്നു എന്നത് സത്യമാണ്. എന്റെ വീട്ടുകാർക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വീട്ടുകാരെ നോക്കുന്നത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പറഞ്ഞോളൂ. ദേവദാസിയുടെ ജീവിതത്തിന്റെ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, വിവാഹം കഴിഞ്ഞു. പിന്നെ ഇന്നൊരു മോളുണ്ട്. കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്നു. അനേക സ്ഥലങ്ങളില് കർത്താവ് ഉപയോഗിക്കുന്നു. പിന്നെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ജീവിതാനുഭവങ്ങളില് ദൈവസന്നിധിയിലേക്ക് ഈ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നപ്പോഴെന്തെങ്കിലും ഉപദ്രവങ്ങളോ അങ്ങനെ അനുഭവങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഭവനത്തിൽ നിന്നോ അങ്ങനെ വല്ലോ എതിർപ്പുകള് കടന്നു വന്നു? ഇല്ല, അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല. ഉപദ്രവം ഉണ്ടാകാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഏഷ്യ 54 തന്നെ കിടപ്പുണ്ട്. പിന്നെ ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല, വിരോധമായി നിനക്ക് ഒരായുധവും ഫലിക്കുകയില്ല. നീ നീതിയാൽ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് നീ അകന്നിരിക്കുമ്പോൾ നിന്നോട് അടുത്തു വരികയില്ലെന്ന്. പലരും വരാൻ ശ്രമിച്ചു, പക്ഷെ വഴിയിൽ വെച്ച് തന്നെ കർത്താവ് അതിനെ സ്റ്റോപ്പ് ചെയ്യിച്ചു. പല കാരണങ്ങൾ, അത് പല ഇതുണ്ട്. അത് ഞാൻ വ്യക്തിപരമായിട്ട് പറയാം. അവൻ ഞാൻ ഒരു ആയുധവും എന്റെ നേരെ വന്നിട്ടില്ല. പക്ഷെ കുറച്ചുപേർ പിണങ്ങിയിരുന്നു, അവരെ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരത്തില്ല, ഫങ്ഷൻസ് വിളിക്കത്തില്ല, അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏത് വീടും എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. എന്റെ ഉമ്മാരുടെ ആൾക്കാർ, എന്റെ വാപ്പാരുടെ ആൾക്കാരുടെ എല്ലാ വീടും എനിക്ക് ഓപ്പൺ ആണ്. ഏത് സമയത്തും പോവാം. എന്തിന്? ഞങ്ങളുടെ മുസ്ലിം പള്ളിയിലെ ആൾക്കാർ പോലെ ഞങ്ങളുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. കാരണം അവർ സ്നേഹത്തിൽ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും വർഷം 35 പല പ്രാവശ്യം വന്നിട്ടുണ്ട്, കൂട്ടത്തോടെ സ്നേഹത്തോടെ. ഞങ്ങളെ കുടുംബത്തിലെ എന്റെ വാപ്പാര സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മക്കൾ 5 പേര് ഒരു ദിവസം വന്നു. ഇന്നും അവർ ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ്, മക്കൾ നല്ല സ്നേഹത്തിലാണ്. അപ്പം ആ മക്കൾ വന്നിട്ട് പറഞ്ഞു, ചേച്ചി നീ ഇങ്ങനെ മാഷറെ പോണ്ടേ, സ്വർഗത്തിൽ പോണ്ടേ, നീ പിന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു മക്കൾ. അപ്പൊ ഒരു മോൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഷാജു എന്ന് പറഞ്ഞ പറയാ, ചേച്ചി നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ കിടന്നപ്പോ ക്രിസ്ത്യാനികൾ എന്തെങ്കിലും തന്ന് സഹായിച്ചു കാണും, അതിന്റെ പേരിലായിരിക്കും നീ ക്രിസ്ത്യാനി ആയത്. പക്ഷെ ഇപ്പൊ നിനക്കെല്ലാം ഉണ്ടല്ലോ, പിന്നെ ഒന്നിനും ബുദ്ധിമുട്ടില്ല, വീടായി ഇതായി ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി ഇനിയെങ്കിലും മടങ്ങി വന്നൂടെ, സ്വർഗത്തിൽ പോണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയാ, ഇതാര് പറഞ്ഞു? ക്രിസ്ത്യാനികൾ ഏതാണ്ടൊക്കെ തന്നാണ് എന്നെ ആക്കിയത് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ദേണ്ട എന്റെ ഉമ്മ താണ്ടിരിക്കുന്നു. ഉമ്മ കേട്ടോണ്ടിരിക്കാം. അപ്പൊ താണ്ട എന്റെ ഉമ്മ ഇരിക്കുന്നത്, ഉമ്മ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മ ഇരിക്കുന്നത്, എനിക്കൊരു 10 മിനിറ്റ് സമയം തരുമോ, ഞാനതൊന്ന് പറയട്ടെ, ഞാൻ എങ്ങനെ ഇതിൽ വന്നേന്ന്. ആ ചേച്ചി പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അനുഭവം, ബൈബിൾ ഉമ്മ ഈ ഇരിക്കുന്ന ഉമ്മ എനിക്ക് ബൈബിള് തന്നത്, ഞാൻ ഇതുപോലെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അറിയാതെ യേശുവിന്റെ സ്നേഹം എന്റെ ഉള്ളിൽ തുളുമ്പിയപ്പോ ഞാൻ കരഞ്ഞുപോയി മക്കളുടെ മുമ്പില്. ഞാൻ പറഞ്ഞു, ഈ യേശുവിനെ വിട്ട് ഞാൻ എങ്ങനെയാ മോനെ മാറിപ്പോവാ, എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം, അത് കഴിഞ്ഞ ഇപ്പൊ കുറച്ച് നാളിന് മുമ്പ് ആ മോന്റെ വീട്ടിൽ പോയപ്പോഴും ഒരു 5-6 മാസം മുമ്പ് അവന്റെ വീട്ടിൽ പോയി. ഇപ്പോൾ അപ്പൊ അവനും ഇത് പറഞ്ഞു, എന്തോ ഞാനിങ്ങനെ സുവിശേഷം പറയുന്ന കാര്യം പറഞ്ഞു. ചേച്ചി അന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണ്. അതുകൊണ്ട് ചേച്ചി ആദ്യം ഇതിനെപ്പറ്റി പറയണ്ടെന്നുള്ളൊരു വാക്ക് അത് പറയാൻ കാരണം, അവൻ പറഞ്ഞു, പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരും ഈ പേരിൽ പിണങ്ങരുത്.
നിങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളാണ്, ഈ സഹോദര സ്നേഹം എന്നും വേണം. ഈ ഒരു പേരിൽ എന്റെ ആത്മീക ജീവിതം വെച്ചിട്ട് ഞാൻ ഈ ബൈബിൾ വിശ്വസിക്കുന്നു, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, എന്റെ ആത്മീകത വെച്ചിട്ട് നിങ്ങൾ എന്നോട് പിണങ്ങരുത്. മറ്റെന്തിനു വേണമെങ്കിലും പിണങ്ങിക്കോ, അത് നമുക്ക് പരിഹരിക്കാം. അല്ലാണ്ട് ഇതിന്റെ പേരിൽ പിണങ്ങരുത്, ഈ സ്നേഹം ഇങ്ങനെ തന്നെ പോട്ടെന്ന് പറഞ്ഞു. ശരി, വിട്ടു. അപ്പൊ ഒരാൾ പറഞ്ഞു ഇനി ചേച്ചി ഇതിന്ന് തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചേച്ചിയുടെ കാര്യം വിട്ടേക്കുന്നു. അടുത്ത ആളുടെ കമന്റ്. അപ്പം പറയും അതിന്റെ അടുത്ത ആൾ പറഞ്ഞു ശരിയാ ചേച്ചിയുടെ കാര്യം ശോഭി ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അവളോട് ചോദിക്കാൻ പറഞ്ഞു. മലിമിച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞു അത് അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവരവരെ കാര്യം അവരോട് പിടിച്ചോട്, എന്റെ കാര്യത്തിലെ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ, എന്റെ കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ ഉമ്മയെല്ലാം വിശ്വാസത്തിലാ, അനിയത്തി വിശ്വാസത്തിലാണ്, അവരെല്ലാം സ്നാനപ്പെട്ടതാ. എന്റെ മൂത്ത മോള് സ്നാനപ്പെട്ടതാ, അവളിപ്പൊ ന്യൂസിലാൻഡിലാണ്. പിന്നെ അവളെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഞങ്ങള്. ഒരു വിശ്വാസി മോൻ തന്നെയാണ്. പിന്നെ എന്റെ ബ്രദറിന്റെ മോൻ മൂത്തവൻ സ്നാനപ്പെട്ടതായിരുന്നു. പക്ഷെ അവർ കുറച്ച് ചെറിയൊരു പിന്മാറ്റം പോലെ ആണെന്ന് പറയാം. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോൻ സ്നാനപ്പെട്ടായിരുന്നു. ഇങ്ങനെ പലരും ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഈ കോവിഡ് കാലം വന്നപ്പോ വീട്ടിനകത്തിരുന്നും കൊണ്ട് അവർക്ക് പ്രാർത്ഥനകൾക്ക് സംബന്ധിക്കാൻ ഫോണില്ലാത്തവർക്ക് ഞാൻ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. ഇല്ല ചേച്ചി ഫോണില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത, എന്നിട്ട് അവർക്കൊക്കെ കയറാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒത്തിരി പേര് കോവിഡ് കാലത്ത് നമ്മുടെ സൂം മീറ്റിങ്ങിനൊക്കെ കയറി ഒരുപാട് പേര് വചനം കേട്ടു, സത്യം അറിഞ്ഞു, തീരുമാനങ്ങൾ എടുത്തു, രക്ഷയേറ്റു പറഞ്ഞു. സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ സ്നാനപ്പെടണമെങ്കിൽ പുറത്തു വരണമല്ലോ, വീട്ടിനകത്ത് പിന്നെ ടാങ്ക് കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവർ ആ ഒരു ഇതിനു വേണ്ടി പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തിനു പേടിക്കണം, ആരെ ഞാൻ അവർ ആ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് അതില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അതിന് മുൻകൈ എടുത്തേനെ. പിന്നെ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പേര് അവിടെ എവിടെയായി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേര് ഇസ്ലാം ഉപേക്ഷിച്ച് യുക്തിവാദികളായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ യുക്തിവാദികളുടെ കൂട്ടായ്മകൾ കാണാം, മീറ്റിങ്ങുകൾ നടക്കും. ലക്ഷങ്ങളാണ് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ആയിരങ്ങള് ക്രിസ്തുവിനെങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കൂട്ടായ്മ വെച്ച 2018 ക്രിസ്മസിന്റെ അന്ന് ഒരു കൂട്ടായ്മ വെച്ചു. അന്ന് 72 പേര് ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന, യേശുവിനെ അംഗീകരിച്ച് വന്ന 72 പേര് ഒരു കൂട്ടായ്മ ഞാൻ വെച്ചു. അതുപോലെ 2019 ഡിസംബറിൽ വയനാട്ടിൽ വെച്ച് ക്രിസ്മസിന്റെ അന്ന് 2 ദിവസം 25, 26 ഞങ്ങൾ കൂടി വന്നു. അന്ന് അവിടെ യാത്ര ദൂരം ആയതുകൊണ്ട് കുറച്ചു പേര് വന്ന 65ഓളം പേര് വന്നു. അവിടെ വരാൻ പറ്റാത്തവർക്ക് ഫെബ്രുവരി 15 ആലപ്പുഴ നസീർ പാസ്റ്റർ വീട്ടിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തി. അവിടെയും 70-ഓളം പേര് വന്നു. ആമേൻ, സ്തോത്രം. അതിലും വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഡിസംബറിൽ വരുമ്പോ നമുക്ക് നടത്താമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ കോവിഡ് ആയി, നടത്താൻ പറ്റിയില്ല. ഇനി ഈ വർഷം നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. പുതിയതായിട്ട് ഒത്തിരി പേര് വിശ്വാസി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് യൂട്യൂബ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഉള്ളതുകൊണ്ട്, അതുള്ളതുകൊണ്ട് ഒരുപാട് പേര് യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ പല ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് കേൾക്കുന്നു. ഇപ്പൊ എന്റെ സാക്ഷ്യം പല ചാനലിൽ നിന്ന് കേട്ടിട്ട് എന്നെ പലരും വിളിച്ചു. രഹസ്യമായിരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് ഒത്തിരി പേര് ഇസ്ലാമിൽ, കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പലയിടത്തും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വിശ്വാസത്തിലാണ്, പക്ഷെ പുറത്ത് പറയാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കുന്ന സാഹചര്യം അങ്ങനെ. ഞാൻ പറഞ്ഞു സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സത്യം തിരിച്ചറിഞ്ഞല്ലോ, തിരിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരോട് പറയുക, അവരും ഈ യേശുവിനെ അറിയട്ടെ. ഒറ്റ ലക്ഷ്യമേ ഞങ്ങൾക്കുള്ളൂ, സ്വർഗത്തിൽ പോകണം, നിത്യജീവനിൽ പോകണം, അവന്റെ മുഖം കണ്ട് ആരാധിക്കണം. ഇവിടെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഇവിടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ എതിർക്കാനോ ഇവരെ അനുകൂലിക്കാനോ ഒന്നുമല്ല. ഒറ്റ ലക്ഷ്യം, നിത്യജീവൻ. ആമേൻ. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറുന്നില്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവാകുന്ന വഴിയിലൂടെ, ക്രിസ്തുവാകുന്ന സത്യത്തിലൂടെ, ക്രിസ്തുവാകുന്ന നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിൽ വസിക്കണം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. കർത്താവ് അതിനായി ഉപയോഗിക്കട്ടെ. അനേകരുടെ ഇടയില് പിന്നെയും യഥാർത്ഥമാകുന്ന ആ ഒരു വഴി, യേശു ക്രിസ്തുവാകുന്ന വഴിയെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാനും കർത്താവിന്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഒരു വചനം ഇരമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം അതിലെ 2-ാമത്തെ വചനം പറയുന്നു, വാളിനു തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇതാണ് എന്റെ സ്തോത്രം സാക്ഷ്യം. കർത്താവിന്റെ കൃപ കണ്ടെത്തുവാൻ അവൻ സാത്താന്റെ വാളിൽ നിന്ന് അവന് സാത്താന്റെ വാളിന്റെ
ആ മൂർച്ചയിൽ നിന്ന് സ്വർഗത്തിലെ നിത്യതയിലേക്ക് ദൈവം എന്നെയും വിളിച്ചു വേർതിരിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും അവന്റെ സന്നിധിയിൽ എത്ര സമയം ചെലവിട്ടാലും എനിക്ക് മതി വരികയില്ല. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അനേകർ അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉറപ്പാക്കിയ നിത്യജീവൻ അനേകർ ഉറപ്പാക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ നിത്യതയിൽ പോകുമ്പോ ഒരു കൂട്ടം ജനത്തെ നിത്യതയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവം എന്റെ ആഗ്രഹത്തെ നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സിസ്റ്ററെ, കുടുംബത്തെയും ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം പറയുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും സാധ്യമായി തീരട്ടെ. 1-ാം സങ്കീർത്തനം പറയുന്ന പോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധ്യമാകും. ആമേ, സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന സിസ്റ്റർക്ക്, അവൻ കുടുംബത്തിന്, അവൻ തക്ക സമയത്ത് ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ദേവദാസി പ്രാർത്ഥിച്ചാൽ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹവാനായ സ്വർഗീയ നല്ല കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു നാഥ. ഇത്രയും സമയം നിന്റെ സന്നിധിയിൽ ഇരുന്ന് എന്റെ കർത്താവിനെ പുകഴ്ത്തുവാൻ, വർണ്ണിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. എത്രയോ പേർ നിരാശപ്പെട്ട്, വേദനപ്പെട്ട്, സമാധാനമില്ലാതെ കഷ്ടതയിൽ താണുപോയപ്പോൾ ഞങ്ങളെ തേടി വന്നതുപോലെ അവരെ നീ തേടി ചെല്ലണമേ. അവർക്കും നീ രക്ഷ കൊടുക്കണമേ. ഈ സന്തോഷം അവർക്കും കൊടുക്കണമേ. ഈ സമാധാനം അവർക്കും കൊടുക്കണമേ. ഞങ്ങൾക്ക് തന്ന സന്തോഷ സമാധാനത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം, നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തിന് പകരം വെക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലപ്പാ. നീ തന്ന കൽപ്പന അനുസരിക്കുക മാത്രമാണ്. നീ പറഞ്ഞതുപോലെ ജീവിക്കുക എന്നത് മാത്രമാണ്. നിന്റെ മുഖം കണ്ട് ആരാധിക്കുക എന്നത് മാത്രമാണ്. ഞങ്ങൾ ആഗ്രഹത്തെ സാധ്യമാക്കി തരുന്ന ദൈവത്തിന് ആമേൻ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആമേൻ ഹല്ലേലൂയ നിന്റെ ആഗ്രഹമാണ്. അങ്ങനെയാണ് നിത്യജീവൻ ആമേൻ സ്തോത്രം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ലോകത്തെ സ്നേഹിച്ചിറങ്ങി വന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ സ്നേഹിച്ച നാഥനെ, ആമേൻ, കഷ്ടതയിൽ കിടക്കുന്ന മറ്റുള്ള പ്രിയപ്പെട്ടവരെ നീ സ്നേഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഈ സത്യം അറിയട്ടപ്പാ. ഞങ്ങളുടെ അയൽക്കാർ ഈ സത്യം അറിയട്ടപ്പാ. ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് സത്യം അറിയട്ടപ്പാ. ഞങ്ങളെ കൂടെ പഠിച്ചവർ ഈ സത്യം അറിയട്ടപ്പാ. ഞങ്ങളെ പരിചയക്കാർ, ഹല്ലേലൂയ, ഞങ്ങളുടെ ആമേൻ ഹല്ലേലൂയ, ഞങ്ങളെ കുടുംബക്കാർ ഈ സത്യം അറിയട്ടെ നാഥാ. ഹല്ലേലൂയ, സ്തോത്രം. സത്യം അവരെ സ്വതന്ത്രമാക്കട്ടെ. അവൻ ഇതൊരു മതത്തിന്റെ അല്ലല്ലോ, ഇത് സ്വർഗത്തിൻ്റെതാണല്ലോപ്പാ. അവൻ നിത്യജീവന്റേതാണല്ലോപ്പാ. അവൻ ഹല്ലേലൂയ. ഞങ്ങൾ സ്വർഗത്തിൽ വരുമ്പോൾ, ഞങ്ങൾ നിത്യജീവന് വരുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരും അവിടെ കാണണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. കർത്താവ് ഞങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരിയെ, കുടുംബത്തെ, അവരെ പ്രവർത്തനത്തെ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനം എല്ലാം സാധ്യമാക്കി തീർക്കണമേ. ആമേ, സ്തോത്രം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് തക്ക സമയത്ത് മറുപടി കൊടുക്കണം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരേതു വേദനയിലാണ് ആയിരിക്കുന്നത്, ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറച്ച് അവർക്ക് ആവശ്യമായ സമാധാനം, സന്തോഷം, വിടുതല് അവർക്ക് അയച്ച് സൗഖ്യമാക്കി അവരെ ആരോഗ്യം വരുത്തി അവൻ നിത്യജീവന് വേണ്ടി അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സമ്പൂർണമായ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കണ്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. ദേവദാസി വളരെ God bless you. God bless you. അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ദേവദാസിയുടെ വലിയ സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചല്ലോ, വളരെ താങ്ക്സ് ഉണ്ട്. ഓക്കെ, കർത്താവ് ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.